ടി.വിക്ക് വരുമാനം ഇല്ല ഇത് പറയുന്നുണ്ട്. ഈ വരുമാനം കിട്ടുമ്പോൾ വരുമാനം പോകുന്ന ആരുടെയാണ്? ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ഇതിന് സാറിന്റെ പ്രസംഗം കേൾക്ക്, അത് മതി നമുക്ക്. ഇപ്പുറത്തോട്ട് ക്യാമറ വെച്ചാൽ മമ്മൂട്ടി സാറിന്റെ ഇത്, ഇപ്പുറത്തോട്ട് ക്യാമറ വെച്ചാൽ ഞങ്ങളുടെ ഇത്. എല്ലാ കഥകളും വന്നു കഴിഞ്ഞു. ഓരോ കഥ ഉണ്ടാക്കി അതങ്ങ് സംഭവിക്കുന്നതാണ്. അവരോടൊന്നും ഉപദേശം പറഞ്ഞ കാര്യമില്ല. അവരൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഈ കാണുന്ന സൗഹൃദവും ഈ ഇതും ഒക്കെ വിജയിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് പരാജയവും നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ സ്വയം ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മറ്റുള്ളവരുടെ വരുമാനം നിർത്തിയിട്ട് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും ജീവിക്കണം. ഡയറക്ടേഴ്സ് കട്ടിൽ എനിക്കൊപ്പം ഇന്ന് സംവിധായകൻ മാർത്താണ്ഡനാണ്. സാർ സ്വാഗതം. നമസ്കാരം. ചങ്ങനാശ്ശേരി NSS കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടിയ സാർ എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്? അല്ലേ, എക്കണോമിക്സിൻ്റെ എഴുതാൻ മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ. എക്കണോമിക്സ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പഠിച്ചിരുന്ന സമയത്തും പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു, സയൻസ് ആയിരുന്നു. അപ്പോൾ അത് എൻജിനീയർ ആക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കൊരു കലാകാരനായി വരണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഡിഗ്രിക്ക് മനഃപൂർവ്വം എക്കണോമിക്സ് ആകുമ്പം നമുക്ക് പ്രാക്ടിക്കൽ അങ്ങനെയുള്ള പരിപാടികളില്ല. ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പഠിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. മറ്റേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ നാടകമായിരുന്നു, സിനിമയല്ലായിരുന്നു. നാടകത്തിൽ കൂടി നല്ലൊരു നാടകം, അങ്ങനെ നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പിന്നീട് ഡിഗ്രി തേർഡ് ഇയർ ആയപ്പോഴാണ് പി ബാലേന്ദ്രൻ സാർ ഞങ്ങളുടെ കോളേജിലേക്ക് നാടകം പഠിപ്പിക്കാൻ വരുന്നത്. കല്യാണ സൗന്ദര്യം എന്ന് പറഞ്ഞൊരു നാടകമാണ് ഇത് പഠിപ്പിക്കാൻ വന്നത്. അദ്ദേഹം മരിച്ചു അറിയാലോ, നടനും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംവിധാന രീതി കണ്ടപ്പോഴാണ് എനിക്ക് നാടക സംവിധായകനാകണമെന്ന്, അതും സിനിമയല്ല നാടക സംവിധായകനാകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ പിന്നീട് പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം പലയിടത്തും നാടകം പഠിപ്പിക്കാൻ പോവുകയും ചെയ്യായിരുന്നു. പക്ഷെ പിന്നെ എപ്പോഴോ എൻ്റെ മനസ്സിൽ എന്നാൽ പിന്നെ സിനിമയിലോട്ട് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു ആഗ്രഹം. സിനിമ നമുക്ക് കയ്യെത്തും ദൂരത്തല്ലായിരുന്നു, കയ്യെത്താ ദൂരത്തായിരുന്നു. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ലാത്ത സമയമാണ്. മൊബൈൽ ഫോണില്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇതുള്ള സമയങ്ങളിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കയറാൻ പറ്റും എന്നുള്ള ഭയമുള്ളതുകൊണ്ട് സിനിമയുടെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി വെച്ചു. പക്ഷെ പിന്നീട് ഞാൻ തന്നെ ചിന്തിച്ചു, നമ്മൾ ട്രൈ ചെയ്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നമ്മൾ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റാത്ത ചുമ്മാ വീട്ടിൽ ഇരുന്നാൽ അതിൻ്റെ പരിപാടി നടക്കത്തില്ല. അപ്പോൾ ഞാൻ സ്വയം ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഫൈറ്റാണ് എന്നെ ഇതുവരെ കൂടി എത്തിച്ചത്. എങ്ങനെയാണ് 1995 സ്വർണ്ണച്ചാമരത്തിൽ സഹസംവിധായകനായിട്ട് എത്തിപ്പെടുന്നത്? സ്വർണ്ണച്ചാമരം അപ്പം എൻ്റെ റിലേറ്റീവ് ആയിരുന്നു, രാജീവ് എന്ന് പറഞ്ഞ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ കസിനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല. പുള്ളി പറഞ്ഞു, അത് നിനക്കൊന്നും പറ്റിയ ഫീൽഡല്ല, നീ പഠിച്ച വല്ല ജോലി നോക്കി വീട്ടിൽ കാര്യങ്ങളൊക്കെ. കാരണം അത്ര സാമ്പത്തികമായ ചുറ്റുപാടുള്ളൊരു കുടുംബമല്ലായിരുന്നു എൻ്റെ. സിനിമയുടെ പുറകെ പോയി പിഴയ്ക്കേണ്ട, നല്ലൊരു ജോലി നേടിയിട്ട് അങ്ങനെ നോക്കൂ, അച്ഛനെ അമ്മയെ കറക്റ്റായിട്ട് നോക്കൂ എന്നുള്ള രീതിയിലോട്ടാണ് പുള്ളി എനിക്ക് അഡ്വൈസ് തന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞു, നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ട്രൈ ചെയ്തു എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ അച്ഛൻ ഭയങ്കര സിനിമ ഭ്രാന്തനായിരുന്നു. കാരണം സിനിമ ഭയങ്കരമായിട്ട് ശിവാജി ഗണേശൻ്റെ ഒക്കെ വലിയൊരു ഫാനായിരുന്നു അച്ഛൻ. ഒരുപക്ഷെ ആ ആഗ്രഹമായിരിക്കും എന്നിലോട്ട് ഇങ്ങനെ കയറി വന്നതെന്ന് തോന്നുന്നു. അച്ഛൻ നല്ലൊരു കലാകാരനായിരുന്നു, എന്നിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നാടകത്തിൽ പുള്ളിക്ക് നന്നായിട്ട് അഭിനയിക്കാനൊക്കെ അറിയാമായിരുന്നു. പുള്ളി മക്കളെ നോക്കേണ്ട അവസ്ഥ വന്നതുകൊണ്ട് ആ കലാരംഗത്തോട്ട് പോകാതിരുന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി കഥകളി നന്നായിട്ട് ആസ്വദിക്കുന്ന ആളായിരുന്നു. എല്ലാ എക്സ്പ്രഷൻസും ഒക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ അതായിരിക്കും എന്നിലോട്ടും കൂടെ വന്നത്. അങ്ങനെ ഞാൻ രാജീവനോട് പറയുകയും അദ്ദേഹം എതിർക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ വഴിയാണ് ഞാൻ പിന്നെ ട്രൈ ചെയ്തത്. അങ്ങനെയാണ് എന്നെ ആ സിനിമയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതിലോട്ടൊരാളായിട്ട് എന്നെ നിർത്തുന്നതും. അപ്പം മോഹൻലാൽ സാറിനെ പോലെ ശിവാജി ഗണേശൻ സാറിനെ പോലെ എല്ലാം ലെജൻഡുകളായിരുന്നു. പക്ഷേ ഏതാണ്ട് ഒരു 15 ദിവസത്തേക്കുള്ള പടത്തിന് ഷൂട്ടിങ് നടന്നില്ല. അതുകൂടി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ വീണ്ടും ഇതായി. പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥ വന്നു. എന്തായിരുന്നു സിനിമ നിർത്താനുള്ള കാരണം? അതിൻ്റെ റീസൺ എനിക്കറിയത്തില്ല. നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. സിനിമ എന്ന് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ ഡയറക്ടർക്ക് മാത്രമേ അറിയത്തുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ന് പോയപ്പം എൻ്റെ സ്വപ്നങ്ങളൊക്കെ വീണ്ടും പെട്ടിക്കകത്ത് പോകുന്ന പോലെ അവസ്ഥയായി. പക്ഷേ ഞാൻ തളർന്നില്ല. ഞാൻ നേരെ ചെന്നൈയിലോട്ട് പോകുമായിരുന്നു. അങ്ങനെ അവിടെ പോയി, കാരണം ഡയറക്ടേഴ്സ് മിക്കവാറും അവിടെയൊക്കെ തന്നെ താമസവും അവിടെ എഡിറ്റിങ് അവിടെ ചെന്നതിനെ കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ഇവരുടെ വീട്ട് അഡ്രസ്സോ ഇവരുടെ ഫോൺ നമ്പറോ ഒന്നും നമ്മുടെ കയ്യിലില്ല. മൊബൈൽ ഇന്നത്തെ കാലത്ത് ഇന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സാർ എൻ്റെ അസിസ്റ്റൻ്റ് ആക്കുമോ എന്നൊരു ഷോർട്ട് ഫിലിം അടക്കം അയച്ചു തരുന്നു. നമുക്ക് അന്നത്തെ അങ്ങനെ ഒരു ഇതില്ല. അങ്ങനെയാണ് ഞാൻ നിസാർ സാറിനെ നിസാർ സാറിൻ്റെ അടുത്ത് നിസാർക്ക് എൻ്റെ നാട്ടുകാരൻ തന്നെ ഇരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷമാണ് എൻ്റെ രണ്ടാം ഇന്നിങ്സ് ആരംഭിക്കുന്നത്. ഈ സ്വർണ്ണച്ചാമരത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടൻ, ശിവാജി ഗണേശൻ സാറ്, നെടുമുണിവൻ സാറ് ഇതിഹാസങ്ങളാൽ സമ്പന്നമായിരുന്നു ആ സിനിമ. അപ്പം ആദ്യത്തെ സിനിമയിൽ തന്നെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു.
ഒരു 15 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു 15 ദിവസത്തെ നല്ല ഓർമ്മകൾ ഒരുപാട് കാണും. തീർച്ചയായിട്ടും ഭയങ്കര. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, രാവിലെ 7 മണിയാകുമ്പോൾ ശിവാജി സാർ വന്ന് സെറ്റ് ഇരിക്കും. ഉച്ചവരെ പുള്ളിയെന്ന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ടൈമിലുള്ളൊരു സംഭവമായിരുന്നു തോന്നുന്നു. പേസ് മേക്കറൊക്കെ ഉണ്ടായിരുന്ന സമയം തോന്നുന്നു. എനിക്ക് തോന്നുന്നു രാവിലെ 7 മണിയെന്ന് പറഞ്ഞാൽ 7 മണിക്ക് പുള്ളി വിത്ത് മേക്കപ്പോടെ ഉണ്ട്. ഭയങ്കര കൃത്യനിഷ്ഠയാണ്. ഉച്ചവരെ പുള്ളി അഭിനയിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ ശേഷം മറ്റുള്ള സീനുകൾ എടുക്കും. പക്ഷേ ആ 15-16 ദിവസം എന്ന് പറയുന്നത് ശിവാജി സാറ്, ലാൽ സാറ്, നാഗേഷ് സാറ്, നെടുമുടി വേണിച്ചേട്ടൻ, അങ്ങനെ ലെജൻഡുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. എല്ലാം ഇന്നത്തെ ഏറ്റവും വലിയ ഓസ്കാർ അവാർഡ് കഴിയ മരകതമണിയായിരുന്നു അതിൻ്റെ കിരാവാണി, പുള്ളിയായിരുന്നു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. എല്ലാം വലിയ മരിച്ചുപോയി ബി കണ്ണൊരു വലിയ ക്യാമറമാനുണ്ട്, ബാലരാജ സാറിൻ്റെ പടങ്ങളുടെയൊക്കെ ഞാനൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ ക്യാമറമാൻ. അങ്ങനെ നമ്മൾ നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ ഏത് ലോകത്താണ് നിൽക്കുന്നതെന്നുള്ളത്. ഞാനിങ്ങനെ പക്ഷേ 15-16 ദിവസം കഴിയുമ്പോൾ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലെത്തിയപ്പോൾ ആളുകൾ പറയുന്നത് എവിടെയോ ടൂർ പോയിട്ട് വന്നത്. അന്ന് നമുക്ക് ഈ യൂട്യൂബും ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ ചെയ്തതിന് തെളിവില്ല. ഏതെങ്കിലും സിനിമാ വീക്കിൽ ഒരു ഫോട്ടോ വന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. അതിലേതൊരു ഇത് വന്നു, വെള്ളി നക്ഷത്രമൊന്നും വീക്കില്ലെന്ന് തോന്നുന്നു. അതിൽ വന്നതിനകത്ത് എൻ്റെ ക്ലിയർ അല്ല. അപ്പം നമുക്കൊരു തെളിവ് കാണിക്കാനൊരു ഒന്നുമില്ല. പക്ഷേ ചാവുത്തത്തിലെ കഥയിൽ എന്ന് പറഞ്ഞാൽ തെളിവ് കാണിക്കാൻ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഒരു ഫോട്ടോ വെച്ചപ്പോൾ ഫോട്ടോഗ്രാഫർ കാണാൻ ഒടുക്കത്തെ ചാട പുള്ളി ഓടിച്ചു തന്നെ. അപ്പം നമുക്കും കിട്ടിയില്ല. അപ്പം നാട്ടിൽ വന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല, ഒരാൾ പോലും വിശ്വസിച്ചില്ല. ഇങ്ങനെ പടം ഇറങ്ങിയാലല്ലേ പേര് വരുമ്പോൾ അറിയത്തുള്ളൂ. അപ്പോൾ അത് ആളുകൾ പറയുമോ പിന്നെ നീ മോഹൻലാൽ, എന്നിട്ട് മോഹൻലാലിൻ്റെ അടുത്ത് ഇന്ന് ഫോട്ടോ ഒക്കെ കാണിച്ച്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ആ ഒരു വിഷമമാണ് എന്നെ പിന്നെ വാശിയാക്കി എടുത്തത്. മോഹൻലാൽ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി, മമ്മൂട്ടി സാറിനോട് വർക്ക് ചെയ്യാം. അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റോടും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം ഒരുപക്ഷെ അന്നത്തെ ആ ഒരു വിഷമത്തിൻ്റെ കളിയാക്കലിൻ്റെ ഒക്കെ വാശി എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങുന്നത് എങ്ങനെയാണ്? അത് ഞാൻ നിസാർക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് നിസാർക്കയുടെ സിനിമകളിൽ കൂടെ കയറി വന്നപ്പോഴത്തേക്കിന്. കാരണം പിന്നെ നിസാർക്ക് കണ്ടിന്യൂസ് പടമുള്ള സമയത്ത് ശ്രീമന്നാർക്കുള്ള എല്ലാ മാസങ്ങളും പുള്ളി പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് പിന്നെ നിൽക്കേണ്ടി വന്നില്ല. 10-12 പടത്തോളം സാറിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യും. അവിടെ വെച്ചാണ് അൻവറൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ അൻവറും ഞങ്ങളും ഒക്കെ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ആ സൗഹൃദം പിന്നീട് വളർന്നു. അങ്ങനെ അൻവർ ആദ്യത്തെ ഡയറക്ടറായി, അൻവറിൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റായി. ഞങ്ങൾ സൗഹൃദമാണ്, ഞങ്ങൾ വളരെ സുഹൃത്തുക്കൾ. ആരാദ്യം ചെയ്യുന്നു അവരോട് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ രീതികൾ. ഇപ്പോഴും ഞാൻ ചോദ്യമായിരുന്നത്, കാരണം സാറിന്റെ സിനിമാ ജീവിതത്തെ പറ്റി പറയുമ്പോൾ ഒരിക്കലും അൻവർ റഷീദ് എന്നുള്ള പേര് മറക്കാൻ പറ്റില്ല. ഇല്ല, അൻവർ റഷീദ് എന്ന് പറയുന്നത് എൻ്റെ അനിയൻ, എന്നെക്കാളും പ്രായക്കുറവാണ്. പക്ഷേ ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ്. കാരണം അന്ന് തൊട്ട് എനിക്കറിയാം ഇവനൊരു വേറെ ലെവലിലോട്ട് വരുമെന്നുള്ള. അത് ഞാൻ എന്തുകൊണ്ടല്ലോ സംസാരിക്കുക, എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതും എൻ്റെ എല്ലാ വിഷയങ്ങളും സംസാരിക്കുന്നതും ഞാൻ അൻവറുമായിട്ടാണ്. എൻ്റെ അച്ഛൻ മരിച്ച സമയത്തൊക്കെ 3 ദിവസം ചങ്ങനാശ്ശേരി വന്നിട്ട് എന്നെ സമാധാനിപ്പിച്ചിട്ടൊക്കെ പോകുകയും ചെയ്തു. അത്രത്തോളം ആത്മബന്ധം ഞാനും അൻവറിനാണ്. അനിയൻ്റെ സ്ഥാനമാണെങ്കിൽ ഞാനൊരു ഗുരുസ്ഥാനത്ത് എൻ്റെ ഒരു മെൻറ്ററായിട്ടും കണ്ടിരിക്കുന്ന അൻവറയാണ്. അപ്പോൾ അൻവറിനെയൊക്കെ പരിചയപ്പെട്ട് പിന്നെ അൻവർ ഡയറക്ടറായി. അങ്ങനെ അൻവർ ഡയറക്ടറായപ്പോൾ അൻവർ വലിയ പടങ്ങൾ ചെയ്ത കൂട്ടത്തിൽ എൻ്റെ അങ്ങോട്ട് കയറിയപ്പോൾ അതൊരു 3ാം ഇന്നിങ്സായിട്ട് എൻ്റെ മാറുകയായിരുന്നു. അവിടുന്ന് പിന്നീട് എനിക്ക് മലയാളത്തിലെ എല്ലാ വലിയ പടങ്ങളും അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര അനുഭവമായിട്ട് മാറിയത്. അപ്പം അൻവറിനെ പറ്റി പറയുമ്പോൾ എന്തായാലും നമ്മൾ ചോട്ടാവുമ്പോ അണ്ണൻ തമ്പിയും പരാമർശിക്കണം. കാരണം രണ്ടിലും സാറ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ 2 സിനിമകളുടെ സമയത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ കാണുമല്ലോ. അണ്ണൻ തമ്പി ബ്രിഡ്ജിലും വർക്ക് ചെയ്തു. ബ്രിഡ്ജൊക്കെ വളരെ മനോഹരമായ സിനിമയായിരുന്നു. കേരള കഫേയിലെ ബ്രിഡ്ജ്. അപ്പം ചോട്ടാമുംബൈ അണ്ണൻ തമ്പി സമയത്ത് ഒരുപാട് നല്ല ഓർമ്മകൾ കാണുമല്ലോ, മറക്കാൻ പറ്റാത്ത. തീർച്ചയായിട്ടും ചോട്ടാമുംബൈ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സിനിമ. അതെ, ഇപ്പോഴും നഷ്ടപ്പെടാത്ത. അപ്പം അതിന്റെ സമയത്ത് എന്തെങ്കിലും നല്ല ഒരുപാട് മറക്കാൻ പറ്റാത്ത, സാറിന് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് എന്തെങ്കിലും ഓർമ്മകളൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ചോട്ടാമുംബൈയുടെ സമയത്ത് പറഞ്ഞാൽ ചോട്ടാമുംബൈ ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഇപ്പോഴത്തെ ജനറേഷൻ്റെ രീതി അനുസരിച്ച് അൻവർ മേക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര ആ ട്രെൻഡൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ അറിയില്ല, അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര തിരക്കുള്ള സ്ട്രീറ്റുകളിലും കാര്യങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏറ്റവും വലിയ വിറ്റെന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ് ബിഗ് ബിയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അത് മമ്മൂട്ടി സാറ്. ഇവർ രണ്ടും അൻവറും അമലും എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് അത്രയ്ക്ക് ക്ലോസ് ആണ്. അവരുടെ സഹോദരങ്ങളെ പോലെ തന്നെ എപ്പോഴും അവരുടെ എന്തോ അവിടെ അങ്ങനെയാണല്ലോ. അവർ ഒരുമിച്ചാണ് സിനിമ പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇപ്പുറത്തോട്ട് ക്യാമറ വെച്ചാൽ മമ്മൂട്ടി സാറിൻ്റെ ഇത്, ഇപ്പുറത്തോട്ട് ക്യാമറ വെച്ചാൽ ഞങ്ങളുടെ ഇത്. അപ്പം ഈ രാത്രിയാകുമ്പോൾ ഞങ്ങളെല്ലാം ഒരു മുറിയിലാണ്. പക്ഷേ പുറത്ത് ഫാൻസ് ഭയങ്കര ഫൈറ്റാണ്. രണ്ടും ഒരേ സമയത്താണ് റിലീസാകാൻ പോകുന്നത്. അപ്പം ഫാൻസുകാർ ഈ മമ്മൂട്ടി ബിഗ് ബിക്ക് വേണ്ടി വിളിക്കുമ്പോൾ മോഹൻലാൽ ഫാൻസ് ചോട്ടാമുംബൈക്ക് രാത്രിയാകുമ്പോൾ ഞങ്ങൾ ദൈവം ഇത് എന്താ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഓരോ ആഴ്ച വൈകിയാണ് 2 പടം ഇറങ്ങിയത്. പക്ഷേ ഈ 2 പടത്തിൻ്റെയും പുറത്ത് ഫാൻസിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ ഫാൻസിൻ്റെ ചോട്ടാമുംബൈക്ക് വേണ്ടി മമ്മൂട്ടി ഫാൻസ് അവർക്ക് വെയിറ്റിംഗ്, അങ്ങനെ ഒരു മത്സരമുണ്ട്. ആ സമയത്ത് സ്ട്രോങ് ആയിട്ട് മത്സരമുള്ള സമയമാണ്. അപ്പം ഞങ്ങളത് രസമായിട്ടാണ് കണ്ടത്. നമുക്ക് 2 പടമുള്ളൂ, രണ്ടും നമ്മുടെ സുഹൃത്തുക്കളുടെ.
ഏതായാലും രണ്ടു കൂടും ഭയങ്കര പേരായി, രണ്ടു കൂടും വേറെ ലെവലിൽ വന്നു. മലയാള സിനിമയുടെ ട്രെൻഡ് മാറ്റിയ പടമായിട്ട് ബിഗ് ബി മാറി. ചോട്ടാ മുംബൈ എന്ന് പറയുന്നത് അതുവരെ കാണാത്ത ഒരു കളർഫുൾ സിനിമ. ഒരുപാട് നാളുകൂടി ലാൽ സാറിന്റെ ഒരു വലിയ കളർഫുൾ സിനിമ ഇറങ്ങി ചോട്ടാ മുംബൈയിലൂടെ. ലാൽ സാറിന്റെ ഒരു 20 വർഷത്തെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് അദ്ദേഹം വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ നമുക്ക് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്തില്ല. സ്ക്രീനിൽ കാണുമ്പോൾ ഇതാണ് പുള്ളി ചെയ്യുന്നതൊക്കെ തോന്നുന്നതൊക്കെ. പിന്നെ ഞാൻ എപ്പോഴും ലാൽ സാറിന്റെ പെർഫോമൻസ് ഇങ്ങനെ കണ്ണ് നല്ല നോക്കി നിൽക്കുകയായിരുന്നു. നമ്മളതൊക്കെ വലിയ സഹകരണമായിരുന്നു ആ സമയത്ത്. ശരിക്കും എന്റർടൈനർ സിനിമകൾ ആരും പെർഫോമൻസ് ആയിട്ട് കൂട്ടില്ല, പലരും മനഃപൂർവ്വം മറക്കുന്നത്. പക്ഷേ ലാൽ സാറിന്റെ പെർഫോമൻസ് പറഞ്ഞാൽ സാറിന്റെ കരിയറിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ട് ചെയ്തൊരു സിനിമ. തീർച്ചയായിട്ടും. അതായത് ഇറങ്ങി വന്ന് ഫോർട്ട് കൊച്ചിയിലെ ഒരു ലോക്കൽ ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ നമുക്കറിയാം അത്തരത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഷൂട്ടിങ്ങിനൊക്കെ കൊട്ടേഷൻ എടുക്കുന്ന ആൾക്കാർ, ആളെ മാറ്റുന്ന, അങ്ങനെ ജഗതിച്ചേട്ടൻ്റെ ക്യാരക്ടറൊക്കെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരെയൊക്കെ കണ്ടു തന്നെയാണ് അൻവർ ആ ക്യാരക്ടർ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെയാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത്. വളരെ അവിടെ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഷൂട്ട്. അതിൻ്റെ അങ്ങനെ ശരിക്കുള്ള ആൾക്കാർ അവിടെ നിന്ന് കാണുകയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചോട്ടാ മുംബൈയിൽ നമ്മുടെ വിനായകൻ ചേട്ടൻ കുത്തിക്കൊല്ലുന്ന ഗുജറാത്തി പയ്യനാണ് മാർട്ടിൻ പ്രകാശ്. അപ്പം സാറ് ബെസ്റ്റ് ആക്ടറിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മാർട്ടിൻ സാറായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ശരി ചോട്ടാ മുംബൈ സെറ്റിൽ വെച്ചിട്ടാണോ? അല്ലല്ല, മാർട്ടിൻ എൻ്റെ നാട്ടുകാരനാണ്. അങ്ങനെ ശരിക്കും സിനിമയ്ക്ക് മുമ്പേ മാർട്ടിനെ എനിക്കറിയാം. മാർട്ടിൻ SB കോളേജിലാണ് പഠിച്ചത്. മാർട്ടിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. മാർട്ടിനും ബിപിൻ ചന്ദ്, എൻ്റെ പാവാട എഴുതി ബിപിൻ ചന്ദ്രൻ്റെ മാർട്ടിനൊക്കെ ഒരുമിച്ചാണ് SB പഠിച്ചത്. പിന്നീട് അവരൊക്കെ മാർട്ടിന് വലുതേറെ ഫോട്ടോഗ്രാഫറായി. ഞങ്ങൾ ട്രെയിനിൽ ഞാൻ ചങ്ങനാശ്ശേരി എറണാകുളം വരുമ്പോൾ മാർട്ടിൻ്റെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാറുണ്ട്. പുള്ളി ഒന്ന് വലുതേറെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പം പുള്ളിക്ക് സിനിമാ മോഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി അൻവറിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കഥയും കൊണ്ട് എപ്പോഴും നടക്കുകയായിരുന്നു. അങ്ങനെയാണ് അൻവറുമായിട്ട് സൗഹൃദമായി ചോട്ടാ മുംബൈയിൽ. നല്ല ആക്ടറാണ് മാർട്ടിൻ ശരിക്കും. ഈ നാടകത്തിൽ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഭയങ്കരമായിട്ട് അഭിനയിക്കുമായിരുന്നു, ബിപിൻ ചന്ദ്രനും ഒക്കെ. അപ്പോൾ അങ്ങനെ അഭിനയത്തിൻ്റെ അറിയാവുന്ന അൻവർ പടത്തിൽ ആ വേഷം കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ മാർട്ടിൻ്റെ ലക്ഷ്യം മാർട്ടിൻ്റെ സിനിമ അൻവറിനെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ബെസ്റ്റ് ആക്ടറിൻ്റെ കഥ അൻവറിനോട് പറയാൻ, അൻവറാണ് പറഞ്ഞത് നീ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ മാർട്ടിനെ ഡയറക്റ്റ് ഏറ്റെടുക്കുകയായിരുന്നു. ഭാഗ്യത്തിന് എനിക്കത് അസോസിയേറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. കാരണം മമ്മൂട്ടി സാറോടൊപ്പം ആ സമയത്ത് ഒരുപാട് പടങ്ങൾ ഞാൻ അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ എൻ്റെ നാട്ടുകാരനായ മാർട്ടിൻ ഇന്ന് അറിയപ്പെടുന്ന ഡയറക്ടറായി, പ്രൊഡ്യൂസറായി. നമുക്ക് സന്തോഷമുണ്ട്. ആ സൗഹൃദമൊക്കെ ഇപ്പോഴും ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ വലിയൊരു വിജയം കൂടിയായിരുന്നു. അതെ 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 എൻജോയ് ചെയ്ത പടം. അന്ന് തുടങ്ങിയ ബന്ധമാണ് ഞാനും ബിപിൻ ചന്ദ്രനും തമ്മിൽ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നീട് ഞാൻ ഡയറക്ടറായി ചെയ്യുമ്പോൾ പാവാട എന്ന സിനിമ ഉണ്ടാകുന്നത്. അപ്പം ചോട്ടാ മുംബൈയിലെ ലൊക്കേഷൻ സ്റ്റില്ല് വന്ന സമയത്ത് ഇപ്പം അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടൊരു ഫോട്ടോ ഉണ്ട്. സ്റ്റില്ല്, ലൊക്കേഷൻ സ്റ്റില്ല്. ലാലേട്ടൻ കർച്ചീഫ് കെട്ടിയിട്ട് സാറിൻ്റെ കൈ ഇങ്ങനെ തോളത്ത് തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അതിൻ്റെ കീഴിലെ കഥകൾ എന്തൊക്കെയാണ്? അത് ഭയങ്കര ഒരു സംഭവമാണ്. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ തലേദിവസമാണ് ക്ലൈമാക്സ് എടുത്തത്. 7-8-9 ദിവസത്തോളമാണ് നമ്മൾ ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലൈമാക്സ് എടുത്ത് ഇവിടെ അംബേദ്കർ സ്റ്റേഡിയത്തിലാണ്, നമ്മുടെ ഇവിടെ KSRT സ്റ്റാൻഡിന് ഇപ്പുറത്തുള്ളത്. അവിടെയാണ് ഇത് മറ്റേ ഒപ്പാനി കെട്ടി അതിൻ്റെ ക്ലൈമാക്സ് 9-10 ദിവസം നൈറ്റ് ത്രൂ ഔട്ട് 1000 ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മളങ്ങ് ഹെവി ഹെക്റ്റിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 10 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നമുക്ക് ഈ ലാൽ സാറിന് ഇൻട്രൊഡക്ഷൻ എടുക്കേണ്ടത്. ചെട്ടികുളങ്ങര എന്ന് പറഞ്ഞ സോങ് എടുക്കേണ്ടത്. അപ്പോൾ ഏതാണ്ട് വെളുപ്പിന് 5 മണി വരെ ഷൂട്ട് ചെയ്തു. രാവിലെ 8 മണിക്ക് സാറ് വീണ്ടും എത്തണം ആ പാട്ടെടുക്കാൻ വേണ്ടി. വേറെ ടൈമില്ല, ഡേറ്റിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ തീർത്തേ പറ്റുന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്കിനും അൻവറും പറഞ്ഞു എങ്ങനെ പറയും നമ്മൾ സാറിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ പറയും. അപ്പം ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന്. അപ്പോൾ ഞാൻ ചെയ്ത സാറിനോട് സാർ ഇങ്ങനെ ഇപ്പം തീർന്നു, പക്ഷേ നമുക്കൊരു പ്രശ്നമുണ്ട്. 8 മണിക്ക് സാർ എത്തിക്കഴിഞ്ഞാൽ വേറെ എങ്ങനെയാണ് സാർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഉറക്കളിച്ചിരുന്ന് കഷ്ടപ്പെടുകയല്ലേ, പിന്നെ ഞാനും വരാം, 8 മണിക്ക് എടുക്കണം, നമ്മൾ ഉറപ്പായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ കറക്റ്റായിട്ട് ഞങ്ങളെല്ലാം പ്ലാൻഡായി. സാറ് വന്നു. സാറ് അപ്പോൾ ആ സമയത്ത് അവിടെ പകലും രാത്രിയിലൊക്കെ നല്ല പൊടിയുള്ള സമയമായിരുന്നു. എനിക്കാണെങ്കിൽ കോൾഡിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ആ മാസ്ക് പോലെ ടവലിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കെട്ടിയിട്ടിട്ട് പെട്ടെന്ന് സാറിന് അത്രയും ദിവസം ഷൂട്ട് ചെയ്തിട്ട് ഇനി 2 ദിവസം കൂടെ ഷൂട്ടുള്ളൂ തീരാൻ. എനിക്ക് പുള്ളിയോട് സാറിനോട് എന്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ സാറേ എൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സാർ ബാന്ന് പറഞ്ഞിട്ട് ഞാനപ്പോൾ മാസ്ക് കെട്ടിയൊക്കെ ഞാൻ മറന്നുപോയി. നമ്മളിങ്ങനെ മുഖം കാണണ്ടേ മറത്താണ്ടാന്ന് പറഞ്ഞിട്ട് സാറ് തന്നെ എടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് സാറിൻ്റെ ഒരു കുസൃതിയായിരുന്നു. പക്ഷേ ആളുകൾ വിചാരിച്ചു എൻ്റെ കൈ ഒടിഞ്ഞാന്ന് വിചാരിച്ചു. എൻ്റെ കൈ പക്ഷേ എനിക്ക് സാറിൻ്റെ ഒരു കുസൃതിയായിരുന്നു അത്. ഞാൻ എപ്പോഴും ഒരു നിധി പോലെ സൂക്ഷിക്കുന്നൊരു ഫോട്ടോയാണ്. ഞാൻ ഇപ്പോഴും സാറിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ സ്ഥിരം ഇടുന്നൊരു ഫോട്ടോയാണ്. അപ്പോൾ എന്നോട് എല്ലാവരും വിളിച്ചു ചോദിക്കും വേറെ ഫോട്ടോ ഒന്നും ഇതാണ്. എനിക്കിഷ്ടം അതാണ്. സാറായിട്ടുള്ള സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട്? തീർച്ചയായിട്ടും വളരെ ഇതായിരുന്നു. വലിയ കാര്യമാണ്. എന്നോട് ഭയങ്കര സ്നേഹം. അത് കഴിഞ്ഞൊരു പടങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെ വെച്ച് കണ്ടാലും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കാര്യമാണ്. അതൊക്കെ ഉണ്ട്. സാറിനെ വെച്ചൊരു സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. സാധിക്കുമായിരിക്കാം. ഞാനൊരു സാധിക്കട്ടെ. നമ്മുടെ അതുപോലെ ഷാജി കൈലാസ് സാറായിട്ട് സാറിന് ഭയങ്കര ബന്ധമാണ്. ഒരുപാട് പടങ്ങളിൽ അസോസിയേറ്റ് ആയിട്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിനായിട്ടുള്ള സൗഹൃദമൊക്കെ തുടങ്ങുന്നത്? ഷാജി സാറിനെ സാറിൻ്റെ സിനിമകൾ കണ്ടാണ് നമ്മൾ ഭയങ്കരമായിട്ട് കോരിത്തരിച്ച പാറാന്തപുരം, നരസിംഹം പോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്.
പക്ഷേ സാറിനോട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിങ് ആൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി എന്നെ ആൻഡ്രോ ചേട്ടൻ ഇങ്ങനെ സാറിന് അങ്ങനെ ആ സിനിമ പല പല ഷെഡ്യൂളായിട്ട് എൻ്റെ 1.5 വർഷം കൊണ്ട് തീർന്നു. ആ 1.5 വർഷം കൊണ്ടുള്ള സാറുമായിട്ടുള്ള അടുപ്പം ഭയങ്കര. ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്ലാറ്റിലാണ് താമസിച്ചത്. രാവിലെ സാറിന് നടത്താൻ കൊണ്ടുപോകും, എല്ലാ കാര്യങ്ങളും. സാറ് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ അനുചേച്ചി അവിടെ നിന്ന് ബീഫ് കൊടുത്തു വരും. എനിക്ക് ബീഫ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കൊണ്ടുതരും. അതായത് നമുക്കറിയാൻ പാടില്ല, ആ വീടും സാറുമായിട്ടൊക്കെ എനിക്ക് ഭയങ്കര ഒരു ഗുരുശിഷ്യ ബന്ധത്തിന് അപ്പുറത്തേക്കൊരു ബന്ധമായിട്ട് മാറി. സാറിൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സാറിൻ്റെ ഇത്ര വലിയ സീനാണെന്ന് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചുറ്റും നോക്കത്തുപോലുമില്ല, ഭയങ്കര അത്രയ്ക്ക് ഇതാണ്. അപ്പം നമുക്ക് എത്ര വലിയ സീനുണ്ടെങ്കിലും എടുക്കാൻ പറ്റും, ഒരു പേടിയും വേണ്ട, ടെൻഷൻ വേണ്ട എന്നുള്ളത് പഠിച്ചത് ആ സ്കൂളിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. കാരണം സിനിമയുടെ ഒരു യൂണിവേഴ്സിറ്റി അത്. സാറക്കയുടെ പോലെ തന്നെ വേറെ യൂണിവേഴ്സിറ്റിയാണ് ഈ ഷാജി കൈലാസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് വളരെ, പിന്നെ ഈ ആക്ഷൻ പടങ്ങളൊക്കെ ചെയ്യുന്നെങ്കിലും വളരെ സോഫ്റ്റ് ആയിട്ടൊരു മനസ്സാണ്, ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ളൊരു മനുഷ്യനാണ്. ഭയങ്കര അദ്ദേഹം ആ ഒരു കോമഡി പടം എനിക്ക് 1-2 കോമഡി പടം സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഹ്യൂമർ പറയുന്നൊരു വ്യക്തിയാണ്. ഇത്രയധികം കൗണ്ടർ പറയുന്നൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. അത് പല രീതിയിലാണ് പറയുന്നത്. നമ്മൾ ചിരിച്ചിരിച്ച് നമ്മൾ ഇടപാട് ചെയ്തു അങ്ങനത്തെ വ്യക്തി. ആ സാറുമായിട്ട് പിന്നെ പൃഥ്വിരാജയുടെ സിംഹാസനം എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തു. ഈ സമയത്തൊക്കെ ഭയങ്കര കിങ് ആൻഡ് കമ്മീഷൻ്റെ അത്രയും നാളത്തേക്ക് ആ ഒരു വർക്കാണ്. സാധാരണ ഒരു സിനിമ 60 ദിവസം കൊണ്ട് തീരുമല്ലോ. ഇതങ്ങനെയല്ല, കണ്ടിന്യൂസ് ഒരു 1.5 വർഷം പലപ്പോഴായിട്ട് അത് ആ പടം തീർന്നു. അതിനുശേഷം അതിൻ്റെ മിക്സിങ് നടക്കുന്നതിനും തീർന്നപ്പോൾ തന്നെ അടുത്ത പടത്തിലോട്ട് ഞങ്ങൾ സിംഹാസനത്തിൽ ജോയിച്ചത്. അപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ തന്നെ ഇപ്പോഴും ആ ബന്ധം, എൻ്റെ ആദ്യത്തെ സിനിമയ്ക്കൊക്കെ വർക്കെത്തിക്കാൻ സാറുണ്ടായിരുന്നു. ഇപ്പോഴും സാറുമായിട്ട് നല്ല ബന്ധമാണ്. എനിക്ക് സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതി. സിംഹാസനത്തിന് മുമ്പ് പൃഥ്വിരാജിനെ വെച്ച് അനൗൺസ് ചെയ്ത രഘുപതി രാഘവ രാജാറാമിൽ സാറ് ഇല്ല, അത് അതിന് മുമ്പായിരുന്നു. അത് കിങ് ആൻഡ് കമ്മീഷന് മുമ്പുള്ള സിനിമ. ഈ ഷാജി കൈലാസ് സാറിന് പറയുമ്പോൾ നമുക്കൊക്കെ ഭയങ്കരമായിട്ട് സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഭയങ്കര എന്താ പറയാ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട് പുള്ളിക്ക്. കാരണം അദ്ദേഹത്തിന്റെ ഷോട്ടുകളൊക്കെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പം അദ്ദേഹം സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്നത് നമ്മൾ ഞെട്ടിപ്പോവും. സിനിമകൾക്ക് മറ്റൊരു മാനം നൽകിയാണ് അദ്ദേഹത്തിന്റെ പോലെ തന്നെ നമ്മളൊക്കെ കണ്ട് കോരിത്തരിച്ച സിനിമകൾ എഴുതിയ ആളായിരുന്നു രഞ്ജി പണിക്കർ സാർ. രൗദ്രത്തിൽ സാർ വർക്ക് ചെയ്തത്. രൗദ്രത്തിലേക്ക് രഞ്ജി പണിക്കർ സാർ നേരിട്ട് വിളിക്കായിരുന്നു. അല്ലല്ല, ഇതെല്ലാം ആൻഡ്രോ ചേട്ടൻ ഞാൻ തമ്മിൽ ജീവിതത്തിൽ ഭയങ്കര ആത്മബന്ധമുണ്ട്. അപ്പൊ ആൻഡ്രോ ചേട്ടന് എന്നെ ഭയങ്കര വിശ്വാസമാണ്. അവൻ വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തോളൂ. കാരണം എനിക്ക് അസോസിയേറ്റ് എന്നുള്ള നിലയ്ക്ക് നല്ലൊരു പേര്, ഈ ചോട്ടാമുമ്പേ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് എനിക്കൊരു നല്ല പേര് കിട്ടി. അസോസിയേറ്റ് എന്നുള്ള നിലയ്ക്ക് നല്ല പ്ലാനിങ് കാര്യങ്ങൾ, കാരണം അത്ര വെൽ പ്ലാൻഡ് ആയിട്ടാണ് ചോട്ടാമുമ്പയുടെ ഷൂട്ടൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് ആലോചിച്ചാൽ എന്നെ അറിയുകയും ചെയ്യും. അങ്ങനെയാണ് എന്നെ രൗദ്രത്തെ, കാരണം എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും കൂടെ ചെയ്യേണ്ടതാണ് പണിക്കർ സാറ്. അപ്പോൾ അതുകൊണ്ട് എന്നെ തന്നെ വിളിച്ചിട്ടാ നീ കൂടെ നിൽക്കണം. അപ്പോൾ സാറിൻ്റെ കൂടെ സ്ഥിരം ക്രൂ ഉണ്ട്. അപ്പോൾ വെളിയിൽ നിന്ന് വന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ വന്ന് ആദ്യമൊക്കെ എനിക്ക് പേടിയായി, കാരണം എനിക്ക് എങ്ങനെ, പക്ഷേ വളരെ ഓപ്പണായിട്ട് ഞാൻ സ്ട്രേറ്റ് ചെയ്യുന്ന കാര്യം പുള്ളിക്ക് അങ്ങനെയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്ത് ഭയങ്കര രസമായിട്ട് എനിക്കത് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ ആൻഡ്രോ ചേട്ടൻ വഴിയാണ് രഞ്ജി പണിക്കർ സാറിലോട്ട് എത്തുന്നത്. ഷാജി സാറിന്റെ സ്വഭാവത്തിനെക്കാട്ടും എൻ്റയർലി ഡിഫറെന്റ് ആണെന്ന് തോന്നുന്നു രഞ്ജി സാർ. അല്ലല്ല, രഞ്ജി പണിക്കർ സാർ വളരെ കൂളാണ്. അദ്ദേഹം ചൂടാകത്തില്ല. അദ്ദേഹത്തിന്റെ സിനിമകളിലാണ് ഈ ദേശീയഭാവവും ഒക്കെ കഥാപാത്രങ്ങളുണ്ടാകുന്നത്. അദ്ദേഹം വളരെ സോഫ്റ്റ് ആയിട്ടൊരു മനുഷ്യൻ. അദ്ദേഹം ചൂടായി ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മളെന്തെങ്കിലും ടെൻഷൻ അടിച്ചാൽ തന്നെ നമ്മളെ അടുത്ത് വിളിച്ചിട്ട് നീ എന്താണെങ്കിൽ ടെൻഷൻ അടിക്കുന്നത്, സമാധാനമായിട്ടിരിക്കുക, ഇതൊക്കെ നമുക്ക് തീർക്കാം. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളാണ്. അദ്ദേഹം ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത്. അതിന് ചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്തൊക്കെ, പക്ഷെ എന്നോട് ജോലി ചെയ്യുന്ന ആൾക്കാർ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ടെൻഷൻ കൂടെ പുള്ളി കുറപ്പിക്കും. എന്നോട് എന്തുവരെ ചൂടായിട്ട് ഞാൻ അദ്ദേഹം വേറെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ കാണുമ്പോൾ എല്ലാവരും ഒരു ഭയം. അതെനിക്കൊന്നും അദ്ദേഹം എഴുതിയ സിനിമകളുടെ ഈ ഭരത്ചന്ദ്രൻ പോലുള്ള ക്യാരക്ടേഴ്സിനെല്ലാം സൃഷ്ടിച്ചേക്കുന്നത്. പുല്ല് എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് ഇട്ട് ഇദ്ദേഹം എനിക്കിത് പറയുന്ന അദ്ദേഹം നല്ല തമാശ വ്യക്തിയാണ്. സാർ ഏകദേശം ഒരു 2 പതിറ്റാണ്ടോളം സംവിധായകനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗ്യാപ്പ്, സ്വതന്ത്രനാകാൻ വേണ്ടി അത്രയും ഗ്യാപ്പ് വരാനൊരു കാരണം എന്തായിരുന്നു? അല്ല, അതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് അസിസ്റ്റൻ്റ് ആകാതെ പോലും ഡയറക്റ്റ് ചെയ്യുന്ന മിടുക്കന്മാരായിട്ട് പിള്ളേരുണ്ട്. കാരണം ഇന്നിപ്പോൾ സിനിമ പഠിക്കാൻ ഒരുപാട് വേദികൾ കാര്യങ്ങൾ ഓൺലൈനിൽ നോക്കി അന്ന് ആ സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് നല്ലൊരു അസോസിയേറ്റ് ഡയറക്ടർക്ക് മാത്രം ഒരു ഡയറക്ടറായിട്ട് കിട്ടത്തുള്ളായിരുന്നു. കാരണം ഈ ഫിലിമിന് ഭയങ്കര വിലയുള്ളതായതുകൊണ്ട് ഇന്ന് ഡിജിറ്റലായിട്ട് ആ പ്രശ്നമില്ല. അപ്പോൾ ഈ ഷോർട്സുകൾ കട്ട് ചെയ്തെടുക്കാൻ കഴിവുള്ള ഇത് പഠിച്ചെങ്കിൽ വന്നവർക്ക് മാത്രം അങ്ങനെ അവസരം കിട്ടത്തുള്ളായിരുന്നു. അത് ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ എന്നാ വെച്ചാൽ എനിക്ക് മുമ്പ് ലാൽ ജോസ് സാറിനെ കുറിച്ച് ഞാൻ അങ്ങനെ കണ്ടു. അദ്ദേഹം ഒരുപാട് ഡയറക്ടറുകളാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ കുറേ പേരോട് നിന്നതിന് ശേഷം മതി
ഒരു നല്ല ഡയറക്ടറായിട്ട് മാറിയാൽ മതി എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ മലയാളത്തിലെ പ്രശസ്തരായ ജോഷ് സാറ് പ്രിയൻ സാർ ഒഴിച്ചുള്ള എല്ലാവരുടെയും സിനിമകൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അപ്പോൾ ഈ ഇത്രയും വർഷം പോയതെന്ന് ഞാനതില്ല. അതിനകത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെക്കാളും ജൂനിയറായിട്ട് ആൾക്കാരൊക്കെ ഡയറക്ടറായിട്ട് മാറി, ഒരിക്കലും അസിസ്റ്റൻ്റായിട്ടിരിക്കാത്ത ആൾക്കാർ ഡയറക്ടറായിട്ട് വരുന്നു. മാർട്ടിൻ പ്രക്കാട് 1-2 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. മാർട്ടിൻ പ്രക്കാട് ഡയറക്ടറാകുന്നു. നമുക്ക് പക്ഷേ അതിൻ്റെ പേരിൽ അവരോട് ദേഷ്യവും വിഷമമൊന്നുമില്ല. കാരണം ഞാനത് ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം ആൾക്കാരോട് വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെ വലിയ ഭാഗ്യമല്ലേ, മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് സാറിന്, കാരണം സാറിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എന്താ ഇത്ര വൈകി എന്നുള്ളത്? വൈകി എന്നുള്ളതല്ല, ഏതാണ്ട് രൗദ്രത്തിന്റെ സമയത്തിന് മമ്മൂട്ടി സാർ എനിക്ക് ഡേറ്റ് തന്നു. രൗദ്രത്തിന്റെ ഷൂട്ട് തുടങ്ങി 10-25 ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് സാറിന് വെച്ച സിനിമ വേണമെന്ന്. നീ ആഗ്രഹിച്ചാൽ പോരാ, കഥയും കൊണ്ടുപോകാം, എപ്പോൾ വേണം ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഡേറ്റ് കിട്ടി. കാരണം അതിന് മുമ്പ് സാറുമായിട്ട് അണ്ണൻ തമ്പിയൊക്കെ ചെയ്ത് നല്ല അടുപ്പമുണ്ട്. നമ്മളൊക്കെ ഒരു വ്യക്തമായിട്ട് പുള്ളിക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, നീ സബ്ജക്റ്റുമായിട്ട് പോരാ. അപ്പോൾ അന്ന് എനിക്ക് ഡേറ്റ് കിട്ടിയിട്ട്, ആ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടും പിന്നെ 6-7 വർഷം ഞാൻ ഡയറക്ടറാണ്. പിന്നെ ഇഷ്ടംപോലെ പടങ്ങളെയും വർക്ക് ചെയ്തു. അങ്ങനെ വളരെ കുറച്ച് ആളുകളുള്ളൂ. രാജൻ ശങ്കരാടി സാറിനെ പോലത്തെ വളരെ കുറച്ച് ആളുകൾ ഇത്രയും ചീഫ് അസോസിയേറ്റ് ആയിട്ട് ഇത്രയും ഒരുപാട് വർഷം, ലാൽ ജോസ് സാറ്, പിന്നെ സാറ്, പിന്നെ ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ എല്ലാവരും ഒന്ന് നേരെ ഡയറക്ടർ ആകാം. പക്ഷെ അവർക്കൊരു നല്ല അസോസിയേറ്റ് വേണം. അപ്പൊ ആർക്കും ഒന്ന് ഡയറക്ടർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഈ പ്ലാൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു അസോസിയേറ്റ് ഒരു സിനിമയ്ക്ക് മസ്റ്റാണ്. അപ്പൊ എന്ന് വെച്ച് ആദ്യമായിട്ട് വന്ന് ചെയ്തൊരു മോശക്കാരല്ല, ആളുകൾ വേണം. അവരുടെ കഴിവ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല അറിവും വിവരവും നല്ല കപ്പാസിറ്റി ഉള്ള അസോസിയേറ്റ് ഡയറക്ടർ മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായും. ഇന്ന് എങ്ങനെയാണ് സാറ് സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്? കാരണം നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ്, എങ്ങനെയാണ് അതിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ സാറിൻ്റെ ഓൾറെഡി ഡേറ്റ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ബെന്നിച്ചേട്ടനോട് എനിക്ക് നല്ല ആത്മാവൊന്നും ഉണ്ടായിരുന്നു. ബെന്നിച്ചേട്ടനോട് ഞാൻ കുറേ പടങ്ങൾ, ചോട്ടാമ്പി, അണ്ണൻ ചട്ടമ്പിനാൾ പോലുള്ള സൂപ്പർ ഹിറ്റ് പടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ബെന്നിച്ചേട്ടനും ഞാനും തമ്മിലൊരു നല്ല റാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന വേറെ കിട്ടി. അങ്ങനെ ബെന്നിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴത്തേനും ബെന്നിച്ചേട്ടൻ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ആൻഡ്രോ ചേട്ടൻ വഴി അതൊരു പ്രോജക്റ്റായിട്ട് മാറുന്നു. ഇവിടെ ഇല്ല, ആൻഡ്രോ ചേട്ടനാണ് എനിക്കൊരു ശക്തി തന്നുകൊണ്ടിരുന്നത്. അതൊരു പ്രോജക്റ്റായിട്ട് മാറി. ഫൈസൽ ലത്തീഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നമുക്ക് ഫാൻസ് അസോസിയേഷൻ്റെ ട്രഷററായിരുന്നു. ഫൈസലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ പ്രോജക്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ആദ്യം ബെന്നിച്ചൻ എന്നോടൊരു കഥ പറഞ്ഞു. ആ കഥ കേട്ട് നമുക്കത് ബെന്നിച്ചിട്ട് അങ്ങനെയാണ് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലിരുന്ന് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഞാനപ്പോൾ ആ സമയത്താണ് പ്രാഞ്ചിയേട്ടൻ രഞ്ജിത്ത് സാറുമായിട്ട് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡയറക്ടർ രഞ്ജിത്ത് സാറുമായിട്ട് നല്ലൊരു അടുപ്പമാണ്. അങ്ങനെ രഞ്ജിത്ത് സാർ അടുത്ത ഒരു കഥ, ഇന്ത്യൻ റുപ്പിയുടെ കഥ ഒരു ദിവസം രഞ്ജിത്ത് സാറിൻ്റെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫംഗ്ഷന് പോകാൻ പറ്റില്ല, സക്സസ് ഫംഗ്ഷന്, വേറൊരു പടത്തിൻ്റെ ഷൂട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് സാർ എന്നെ ഫ്രീ ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നീ എറണാകുളത്തുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. സാറിന് ഇവിടെ കൊച്ചിയിൽ DDയുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ വരാൻ പറഞ്ഞു. അവിടെ വെച്ചാണ് സാറാണ് എനിക്ക് മൊമെൻ്റ് തരുന്നത്. ഇതിൻ്റെ അക്കൂട്ടത്തിൽ സാർ ഞാനൊരു പരിപാടി പ്ലാൻ ചെയ്യുകയാണ്, അപ്പോൾ നീ കേൾക്കുന്നു പറഞ്ഞില്ല. എന്നോട് ആദ്യമായിട്ട് ഇന്ത്യൻ റിപ്പർ കഥ എന്നോട് സാറ് പറഞ്ഞു. എന്നോടാന്ന് തോന്നുന്നു ആദ്യമായിട്ട് പറയാൻ തോന്നുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് ആ കഥ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്നോട് ബെന്നിച്ചേട്ടൻ പറഞ്ഞ കഥയുടെ സെയിം എലമെൻ്റാണ് രഞ്ജിത്ത് സാറും പറയുന്നത്. അതുപോലത്തെ ഒരു ക്യാരക്ടർ, തിരേനെ പോലെ ഒരു ക്യാരക്ടർ ഒരു ഇതായിട്ട് വന്നിട്ട് പ്രശ്നമാകുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. ഒരു വയസ്സം വന്നൊരാളുടെ ലൈഫിൽ കയറിയിട്ട് പ്രശ്നമാകുന്നതായിരുന്നു ബെന്നിച്ചേട്ടൻ പറഞ്ഞ കഥ. ഇതേപോലൊരു കഥ തന്നെയാണ് രഞ്ജിത്ത് സാറും പറയുന്നത്. എൻ്റെ കയ്യിൽ, കാരണം എനിക്ക് പറയാനൊരു പേടി, ഇതുപോലൊരു പടം ഞാൻ ചെയ്യാം. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ നിന്ന് ഇരുന്നിട്ട് ഞാൻ പിന്നെ ബെന്നിച്ചേൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, നമുക്ക് കഥ മാറ്റി പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ക്ലീറ്റസിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ കഥ പിന്നീട് ഇന്ത്യൻ റുപ്പി ഇറങ്ങിയപ്പോൾ നോക്കിയപ്പം സാറത് വേറെ രീതിയിലെടുത്തത്. എനിക്ക് വേണം ആദ്യത്തെ കഥ സിനിമയാക്കാമായിരുന്നു, പക്ഷെ അത് വേറെ ഇല്ല വന്നു. പക്ഷേ എൻ്റെ മനസ്സിലാക്കാതെ ഉണ്ട് ഇനി വേറെ രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടത്. അങ്ങനെയാണ് ക്ലീറ്റസിലോട്ട് എത്തി. എങ്ങനെ വെച്ചാൽ ഒരു ദിവസം ബെന്നിച്ചേട്ടൻ ഞാൻ ചെന്നൈയിലൊരു പടത്തിൻ്റെ ചട്ടമ്പിതാൻ്റെ തന്നെ കറക്റ്റ് പോസ്റ്റ്മോർട്ടം ഇരിക്കുമ്പോൾ തന്നെ ബെന്നിച്ചേട്ടൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, നമ്മുടെ പടത്തിലോട്ട് ത്രെഡായിട്ടുണ്ട് മാർത്തണ്ട. ഞാൻ എന്താ വെച്ചാൽ നമുക്ക് മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞൊരു കാര്യം, മുടിയുള്ള ഒരു പുത്രൻ്റെ കഥയാണ്. എനിക്ക് വേറെ സ്ട്രൈക്ക് ചെയ്ത് കൊള്ളാം, മുടിയനായ പുത്രൻ. അത് പിന്നെ ന്യൂസിലൊക്കെ വരികയും ചെയ്തു, പേപ്പറിലും ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ പുറത്തു വന്നു. നമുക്ക് മൗണ്ട് സാറിന് നമ്മൾ പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ആദ്യത്തെ പടത്തിന് അങ്ങനത്തെ പേര് കണ്ട ചിലപ്പോൾ അറം പറ്റും, സിനിമയിൽ അങ്ങനെ വിശ്വാസമൊക്കെ. ഞാൻ ഭയങ്കര വിശ്വാസിയായിട്ട് പിന്നെ ആ പേര് മാറ്റണമെന്ന് തീരുമാനിച്ചു. പക്ഷേ സബ്ജക്റ്റ് അത് തന്നെയെന്ന് പറഞ്ഞിട്ട് അതാണ് പിന്നീട് ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് നമ്മൾ പേരിട്ട് ദൈവത്തെ വെച്ച് തുടങ്ങാമെന്ന് വെച്ചിട്ട്. പക്ഷെ ആദ്യം ഇട്ട പേര് മുടിയനായ പുത്രൻ. ആദ്യത്തെ ഷോട്ട് എടുത്തതിന് ശേഷമുള്ള മമ്മൂക്കയുടെ പ്രതികരണം എന്തായിരുന്നു? അതായത് സാറ് തുടങ്ങി ഒരു 5 ദിവസം കഴിഞ്ഞാൽ സാർ ജോയിൻ ചെയ്തു. ആദ്യത്തെ ദിവസങ്ങളൊക്കെ സുരാജിൻ്റെ പ്രശ്നം എടുത്ത്, സുരാജും ഞാനും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. സുരാജൻ്റെ ഞങ്ങളെ ഈ ദശമൂലം ദാമു അണ്ണൻ തമ്മിലേക്ക്. അപ്പോൾ അങ്ങനെ കുറേ പടങ്ങൾ സുരാജുമായിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആത്മബന്ധമായിരുന്നു.
അപ്പോൾ സുരാജിൻ്റെ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത്. സുരാജിനോട് ഞാൻ പറയുകയും ചെയ്തു, എൻ്റെ ജീവിതം 19 വർഷത്തെ ജീവിതം ഈ സിനിമയുടെ വിജയം നിങ്ങളിലാന്ന് പറയുമ്പോൾ സുരാജ് ഇറങ്ങുന്ന വരെ ടെൻഷനിലായിരുന്നു. പക്ഷേ 5 ദിവസം കഴിഞ്ഞാണ് മമ്മൂട്ടി സാറ് ഇതിലോട്ട് ജോയിൻ ചെയ്യുന്നത്. ആദ്യത്തെ ഷോട്ട് നാടക ക്യാമ്പിലോട്ട് വന്നിറങ്ങുന്ന ആ ഷോട്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു. ഞാൻ എപ്പോഴും അത് ആ ഷോട്ട് കഴിഞ്ഞ് എപ്പോഴും ഞാനിങ്ങനെ കയ്യിൽ നുള്ളിയായിരുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ മമ്മൂട്ടി സാറിനെ വെച്ച് ആദ്യത്തെ സിനിമയാണെന്ന് ആഗ്രഹിച്ച സിനിമ വന്നത്. എൻ്റെ ഭയങ്കര പാഷൻ. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ അഭിനയ തിയേറ്ററിൽ സാറിൻ്റെയൊക്കെ പടം വന്ന് ഞാനിങ്ങനെ കാണുമ്പോൾ എൻ്റെ ഈ സ്ക്രീനിൽ മമ്മൂട്ടി സാറിൻ്റെ ഞാൻ ഡയറക്ടറിൽ നിന്ന് കാണുന്ന ഒരു സാധനം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചത് നടന്നു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ. ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് മാത്രമല്ല ഏറ്റവും കൂടുതൽ സംവിധായകരെ എനിക്കൊന്ന് ലോക സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയ ഡയറക്ടറും മമ്മൂട്ടി സാർ. 60-70 സംവിധായകരെ പുതിയ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്നും ലോക സിനിമ പോലും ആരും കാണത്തില്ല, അത് താരം. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ആൾക്കാരാണ് ബ്ലസ് സാറ്, ലാൽജോ സാറ്, അൻവർ റഷീദ്. അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും അഭിമാനമാണ്. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവരും. അപ്പം നമുക്കതിനകത്ത് ഭയങ്കര അഭിമാനവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ എന്നെ അടുത്തോട്ട് വിളിച്ചിട്ട് എന്തായാലും എന്നോട് തുറന്നു പറയണം, പേടിക്കണ്ട, മെടുക്കാനായിട്ട് എടുക്കുന്നത് പറഞ്ഞ് 3-4 ദിവസമായപ്പോഴത്തേക്കിനും സാറിന് മനസ്സിലായി നല്ല ഫാസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് സാറിന് മനസ്സിലായി. സാറ് പിന്നെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല, ഒന്നുമില്ല. പക്ഷെ എപ്പോഴും എന്നെ വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ മുന്നിലൊന്നും ഇരിക്കത്തില്ലായിരുന്നു. ഇനി നിനക്ക് ഇരിക്കാമെന്നൊക്കെ പറയായിരുന്നു, ഞാൻ ഇരിക്കത്തില്ലായിരുന്നു. മമ്മൂക്ക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആളാണ്, വലിയ രീതിയിൽ. മമ്മൂക്കനെ എങ്ങനെയാണ് സാർ കാണുന്നത്? ഏത് എന്ന് വെച്ചാൽ ഗുരുസ്ഥാനത്താണോ, എങ്ങനെയാണ്? എനിക്ക് ഏത് സ്ഥാനത്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ ഓർമ്മയിൽ എനിക്ക് ഭയങ്കരമായ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാറ്. അതായത് എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഡയറക്ടറായി കാണുമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ആളായിരുന്നു. അച്ഛൻ ഒരിക്കലും അത് സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് വീട്ടിലോട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയെ വിളിച്ച് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അത് ഞാൻ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് 1-2 പടം മാറ്റി വെച്ചിട്ടാണ് എൻ്റെ പടം ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ മനസ്സുള്ള ആളാണ്. അതുപോലെ തന്നെ 2ാമത്തെ സിനിമ അത്ര കറക്റ്റായിട്ട് പോയില്ല. 3ാമത്തെ സിനിമ അയാൾക്ക് സാറിനെ വെച്ച് ചെയ്തപ്പോൾ എനിക്ക് എന്തോ അത് ഇങ്ങനെ ഓരോ സിനിമയാണല്ലോ നോക്കുമ്പോൾ നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് 3ാമത്തെ സിനിമ പാവാട ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഞാൻ സാറിനെ കാണാൻ പോയപ്പോഴത്തേക്കും അനുഗ്രഹം മേടിക്കാം. ഏത് പടം ചെയ്താലും ഞാൻ എപ്പോഴും അനുഗ്രഹം മേടിക്കും. അത് എന്തുണ്ടെങ്കിലും ഞാൻ സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ എന്നോട് പറഞ്ഞ് മിടുക്കനായിട്ട് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഇങ്ങോട്ട് പോവാം, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പാവാട റിലീസായി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വന്നത് കസബയുടെ സെറ്റിൽ സാറിനെ വെറുതെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് സൂപ്പർ ഹിറ്റായെന്ന് അറിഞ്ഞ സമയത്താണ് നമ്മളങ്ങോട്ട് ചെല്ലുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് ഗംഭീരമായിട്ടെന്ന് പറഞ്ഞു, നന്നായിട്ടിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു സാറിനെ വെച്ച് എന്നെ വെച്ച് ഞാൻ വരട്ടെ, നീ വേറെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് വാ, ഞാനുണ്ടല്ലോ ഇവിടെ എപ്പോഴും എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും ഉണ്ട്. എന്ത് വന്നാലും സാറവിടെ ഉണ്ടല്ലോ എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. അത് വലിയൊരു കാര്യത്തിൽ. അതുപോലെ അച്ചാദിനെ പറ്റി പറഞ്ഞു. അച്ചാദിന് പരാജയമായപ്പം സാറിന് മാനസികമായിട്ടും അല്ലാണ്ട്? തീർച്ചയായിട്ടും സിനിമ പരാജയപ്പെടുമ്പോൾ നമ്മൾ അത് മാനസികമായിട്ട് നമ്മളെ ബാധിക്കും. എന്തൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും പരാജയം വിജയത്തിലേക്കൊക്കെ എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ അത് മാനസികമായിട്ട് ഏത് സിനിമയാണല്ലോ നമ്മൾ വിജയിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉദ്ദേശം അത് വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രേക്ഷകർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. അതിനനുസരിച്ച് അടുത്ത സിനിമ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ അത് ജീവിതകാലം മുഴുവൻ നമ്മൾ അങ്ങനെയുള്ള കാര്യത്തിൽ പിന്നെ പഴി കേട്ടോണ്ടിരിക്കേണ്ടിയും വരും. അങ്ങനെയും കൂടെ ഉണ്ട്. ഈ പരാജയങ്ങളിൽ സിനിമ പരാജയപ്പെടുമ്പോൾ ഉൾക്കൊള്ളുന്ന ഒരു ഏറ്റവും വലിയ പാഠം എന്താണ് ശരിക്കും? അല്ല, നമ്മൾ ആ പാഠം എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ ആദ്യത്തെ കാര്യം നമ്മളത് പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അംഗീകരിക്കണം. പലർക്കും പറ്റാത്ത നമുക്കൊരു പരാജയം വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് മനഃപൂർവ്വമല്ല പരാജയം. അപ്പോൾ ആ പരാജയം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിൽ കണ്ടെത്തണം. നമ്മൾ ദിവസം കണ്ടെത്തണം, മറ്റുള്ളവരല്ലേ ചെയ്യണ്ടേ. നമ്മൾ സ്വയം കണ്ടെത്തിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. പ്രയത്നിക്കുമ്പോൾ ചിലപ്പോൾ അടുത്തതും പരാജയപ്പെടുമായിരിക്കാം. എല്ലാവരും വിജയിക്കാൻ എടുക്കുന്നത് ഇതിന് ഞാനിപ്പോൾ എപ്ലിയാണ്. അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നു. അപ്പൊ അച്ചാദിന്റെ ഒരു പരാജയത്തിന് ശേഷം സാറിന്റെ വിഷമം കണ്ടുമ്പോൾ മമ്മൂക്കയുടെ പ്രതികരണമൊക്കെ എന്തായിരുന്നു? സാറിന് അതൊരു വിഷയമേ അല്ല. സാറിനെ സംബന്ധിച്ചുള്ള അവർക്ക് വിജയം പരാജയം കണ്ടു വന്ന ആൾക്കാരവര്. അവരെപ്പം നമ്മൾ പരാജയപ്പെടുത്തിയ മനഃപൂർവ്വം എന്നുള്ള അവർക്കറിയാം. സാറ് ഇപ്പോഴും ഫുൾ സപ്പോർട്ടാണ്. അതിൻ്റെ ഒരു അവരും അവർക്കറിയാമല്ലോ വിജയ പരാജയങ്ങളൊക്കെ കണ്ടല്ലേ അവരും വളർന്നു. അതുകൊണ്ട് ഒരുത്തം പരാജയപ്പെടുന്ന കഴിവില്ലാത്തവർ എഴുതള്ളത്തില്ല. അങ്ങനെയാണ് പൃഥ്വിരാജ് പാവാട ചെയ്യണ്ടല്ലോ. ഇല്ല, രാജു അത് ചെയ്തില്ലേ. അപ്പൊ അവർക്കൊക്കെ അറിയാം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഒരാളെ എഴുതിത്തള്ളുന്നത് ശരിയല്ലേ. എത്രയോ ഇപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഞാൻ അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ആയിട്ടുള്ള പ്രസംഗം ചെയ്തത് രജനീകാന്താണ്. രജനി സാറ് നെൽസൺ എന്ന് പറഞ്ഞ ഡയറക്ടർ, നമ്മൾ അദ്ദേഹത്തിന്റെ ഡോക്ടർ പോലുള്ള പടങ്ങളൊക്കെ കണ്ട് അദ്ദേഹം വിജയിച്ചിട്ട് പടം ചെയ്തപ്പോഴത്തേക്കിനും അത് ഇതായി കഴിഞ്ഞിട്ട് രജനി സാറിനെ പറഞ്ഞിട്ടില്ലേ, മറ്റേ ഈ ജയിലർ എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് പേര്
അവസാനം പുള്ളി പറഞ്ഞില്ല, ഒരു ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല അതെ. എന്ന് അദ്ദേഹം എടുത്ത് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു പ്രസംഗമാണ്. ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പം ഞാൻ അതെടുത്ത് കേൾക്കും. നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ ആ സ്പീച്ച് എടുത്താണ് കേൾക്കുന്നത്. ആ സ്പീച്ച് നമ്മളെ ഭയങ്കരമായിട്ട്, ഒരു ഡയറക്ടർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അത് രജനീകാന്തിനെ പോലും വലിയ ഒരു സ്റ്റാർ, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റാറാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു ഭയങ്കര, എനിക്ക് തോന്നുന്നത് പലർക്കും ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ടെൻഷൻ വിളിച്ച് പറയുമ്പോഴത്തേക്കിനും എന്നാ ഇങ്ങനെ പറ്റിപ്പോയി രജനി സാറിന്റെ പ്രസംഗം കേൾക്ക്, അത് മതി നമുക്ക് എന്ന് പറയുന്നത്. കാരണം നെൽസൺ ആ ബീസ്റ്റിന്റെ പരാജയത്തിന് ശേഷം ഭയങ്കര ഡെസ്പായിരുന്നു ഓരോ ഫംഗ്ഷനിലേക്ക്. പല ഫംഗ്ഷനിൽ പോകുമ്പോൾ പുള്ളിയെ മൈൻഡ് ചെയ്യാറില്ല. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പലരും സീറ്റ് പോലും നമുക്ക് തരാതിരുന്നിട്ടുണ്ട്. നമുക്ക് പരാജയപ്പെടുമ്പോഴും വിജയപ്പെടുമ്പോഴും നമ്മളെ ആളുകൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടതാണ്. സുഹൃത്തുക്കൾക്കിടയ്ക്ക് പോലും എൻ്റെ ഫോൺ പലപ്പോഴും നിശബ്ദമായിരുന്നു. ഹിറ്റുകളുണ്ടാകുമ്പോൾ ഫോൺ ബെല്ലടിച്ചുകൊണ്ടിരിക്കും, പരാജയപ്പെടുമ്പോൾ. അപ്പൊ നമുക്കറിയാം. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത്, അപ്പം പാവാട ഇറങ്ങി ഭയങ്കര ഹിറ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് കോളുകൾ അധികം വരുന്നില്ല. ഞാൻ വിചാരിച്ചു എന്ത് പറ്റുന്നു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത്, മലയാള സിനിമയിൽ പ്രശസ്തനായ ഒരാളാണ് പറഞ്ഞത്, അയാളുടെ പേര് പറയുന്നത്, നിന്റെ ഫോണിൽ നിന്റെ ഫോണിൽ പല ആൾക്കാരും വിളിച്ചിട്ടില്ല എങ്കിൽ ആ പടം സൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിജയിച്ചല്ലോ എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കാം. നിന്റെ ഫോണിലോട്ട് കോളുകൾ അധികം വന്നില്ല എങ്കിൽ അതിനകത്ത് വിജയിച്ചു എന്ന് കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞൊരു വലിയൊരു, ഇത് സത്യമാണ് പലപ്പോഴും. ഇപ്പം അച്ചാദിന് ശേഷം വലിയൊരു വിജയമായിട്ടാണ് സാർ തിരിച്ചു വന്നിട്ട് പാവാട, പറഞ്ഞു പാവാടയെ പറ്റിയിട്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആയിരുന്നു പൃഥ്വിരാജിന്റെ പാമ്പുജോയ് എന്നുള്ള കഥാപാത്രം. പ്രത്യേകം നമ്മൾ അങ്ങനെ മുൻപ് കണ്ടിട്ടില്ല. വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ അദ്ദേഹത്തിന് തമാശ ചെയ്യാൻ കഴിയില്ല എന്ന് പോലും പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂർ അമ്പലം നടയിലൊക്കെ അതിന് അല്ലാന്ന് തെളിയിച്ചിരിക്കുകയാണ്. എന്നിരുന്നാൽ പോലും അന്നത്തെ കാലത്ത് പൃഥ്വിരാജിനെ കൊണ്ട് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യിപ്പിക്കാൻ പറ്റില്ല, പൃഥ്വിരാജിന് കോമഡി വഴങ്ങില്ല എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് പാവാട വരുന്നത്. അസാധ്യമായിട്ട് അദ്ദേഹം പാമ്പുജോയെ അവതരിപ്പിക്കുകയും ചെയ്തത്. അപ്പം സാർ എന്ത് ഇൻസ്ട്രക്ഷനെ പൃഥ്വിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്? കാരണം മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ വികലമാകുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു, ഒരു കഥാപാത്രമായിരുന്നു പാമ്പുജോയി. അപ്പൊ എങ്ങനെയായിരുന്നു ആ മീറ്റർ പിടിച്ചിട്ട് പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അത് തീർച്ചയായും രാജുവിന്റെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. എനിക്ക് ഈ ഗുരുവായൂരമ്പലം നടയിലൊക്കെ ഇപ്പൊ പെർഫോമൻസ് കാണുമ്പോൾ അതിനൊക്കെ ഒരു തുടക്കം വിട്ടു കൊടുത്ത് പാവാടയാണ്. അതെ, തീർച്ചയായും. കാരണം അതിനൊക്കെ ലൈസൻസ് കൊടുത്ത സിനിമ, കാരണം കുട്ടികളുടെ ഇടയ്ക്ക് വരെ രാജുവിനെ പ്ലേസ് ചെയ്തൊരു സിനിമയായിരുന്നു. അതിനു മുമ്പ് ഒരു ത്രില്ലറും മറ്റുള്ള ആക്ഷൻ പടങ്ങളും ചെയ്തുകൊണ്ടിരുന്ന അത്തരം പടങ്ങളാണ് രാജു കൂടുതൽ ചെയ്തിരുന്നത്. ഒരു കൈലിയൊക്കെ എടുത്തൊരു സാധാരണക്കാരനായിട്ട് നാട്ടിൻപുറത്തെ ഇറക്കിയപ്പോൾ തന്നെ കുട്ടികളിലോട്ട് പടം കയറാനും പറ്റും. അപ്പൊ എന്റെ മനസ്സിൽ ഈ കഥാപാത്രം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. പിന്നെ ബിബിനും ഞാനും തമ്മിൽ ഈ കഥാപാത്രം ഉണ്ടാക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുടെ ഒരു ഷാഡോയാണ് ബിബിൻ ആ കഥാപാത്രത്തെ എടുത്തിരുന്നത്. അങ്ങനെ രാജു കയ്യിൽ കൊടുത്തു. ആദ്യം ജീൻസൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ ഞാനും ബിബിനും കൂടെ പറഞ്ഞു നമുക്ക് കയ്യിൽ പിടിപ്പിക്കാം, കുറച്ചുകൂടെ ആൾ ഡൗൺ ആകും, അതായിരിക്കും കറക്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ കയ്യിൽ കൊടുത്ത് വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നി. ഞങ്ങളിങ്ങനെ പറഞ്ഞ രാജു പറഞ്ഞു 1 മിനിറ്റ് എന്ന് പറഞ്ഞ് രാജു അകത്തോട്ട് പോയിട്ട് രാജു തന്നെ 2 മാർക്ക് ഇട്ടുണ്ട് വന്നു കണ്ണടിയിൽ. കുടിയന്മാരുടെ ഒരു സിഗ്നേച്ചറാണ് ഈ മാറും. കറക്റ്റ് ആയിരുന്നു ആ മാർക്ക് കണ്ടപ്പോൾ എനിക്ക് കറക്റ്റ്. അപ്പം ബിബിൻ അറിയാവുന്ന ഒരു പൊടിയനുണ്ട്. അപ്പൊ ബിബിന്റെ ലൈഫിൽ നിന്ന് എടുത്ത സിനിമ ആയതുകൊണ്ട് ബിബിൻ അറിയാവുന്ന, അപ്പൊ ബിബിനായ ഇങ്ങനെ കാലം കൊണ്ട് ഇങ്ങനെ പുറം ചൊറിയുന്നു മറ്റേ കാര്യം അങ്ങനെ ചില മാനദസങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ എന്നോട് പറഞ്ഞു തുടങ്ങോളാം ചേട്ടാ ഞാനങ്ങ് ചെയ്യും, എവിടെ ഉണ്ടല്ലോ ഒന്ന് എന്നെ പിടിച്ചിട്ടേക്കണേന്ന് പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ കറക്റ്റായിട്ട് അത്രയും വേണ്ട ഇങ്ങനെ വേണം എന്നുള്ള കൺട്രോൾ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു. ആ കൺട്രോളിൽ പോയതുകൊണ്ട് കറക്റ്റായിട്ട് എന്തും ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആക്ടർ അല്ലേ നമുക്ക്. അപ്പൊ അവരെ ഇത് ഷേപ്പ് ചെയ്തതിന് എളുപ്പമാണ്. ഏത് പാത്രത്തിലോട്ട് ഒഴിച്ചാൽ ആ ഷേപ്പിൽ കിട്ടുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ മനോഹരമായിട്ട് ഇന്നും ഒരു പിള്ളേരുടെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. അതുപോലെ അതിൽ ആ മുത്താടി ജോയി എന്നുള്ള പാട്ടൊക്കെ കൊച്ചു പിള്ളേർ പാടി നടക്കുന്ന കാണുമ്പോഴൊക്കെ ഭയങ്കര നല്ല രീതിയിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ള കഥാപാത്രമാണ് അത്. നമുക്കറിയാമല്ലോ എവിടെയുള്ളൊരു കഥാപാത്രം. അതെ, അതേ സിനിമയിൽ തന്നെ ബ്രേക്ക് നൽകിയ കഥാപാത്രം ഷറഫുദ്ദീനും ബ്രേക്ക് നൽകിയ. ഷറഫ് ആ സമയത്ത് പ്രേമം കഴിഞ്ഞ് ആ ഗ്യാങ്ങിൽ നിൽക്കുന്ന പടങ്ങൾ മാത്രമേ ചെയ്തുകൊണ്ടിരുന്നു. പുറത്തോട്ട് കൊണ്ടുവന്നത് പാവാടയാണ്. അത് പല കോമ്പിനേഷനിലും. അതിപ്പം അജു വർഗീസിനെ ആണെങ്കിലും മമ്മൂട്ടി സാറിന്റെ അടുത്തോട്ടൊക്കെ കോമ്പിനേഷൻ കൊണ്ടുവന്നത് ഞാനാണ്. ദൈവത്തിന്റെ സ്വന്തം ക്ലിപ്പിലോട്ടൊക്കെയാണ്. അതിനുശേഷം മോഹൻലാൽ സാറിന്റെ ഒക്കെ പല കോമ്പിനേഷനിൽ അവർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷറഫുദ്ദീനും അതിനുശേഷം മറ്റുള്ള മറ്റേ ആ ഒരു ഗ്രൂപ്പിലായിരുന്നു. അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങോട്ട് വിടാനൊക്കെ പാവാട സഹായം ചെയ്തിട്ടുണ്ട്. പാവാടയിൽ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഒക്കെ പിന്നെ പല സിനിമയിലും നമ്മൾ അത്തരത്തിലുള്ള സംഭാഷണം, അത് പേര് പറയുമ്പോൾ ഇവന്റെ കയ്യിൽ നിന്ന് ഇട്ടതായിട്ട് സ്ക്രിപ്റ്റിൽ അങ്ങനൊന്നും ഇല്ലേ. കുതിരായെന്ന് മാത്രമേ പറഞ്ഞില്ല, കുതിരാജ് എന്നൊക്കെ പറഞ്ഞുള്ള സാധനം. ആദ്യമൊക്കെ ഷറഫിന് രാജുവിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുത്താണ് ഇളകി അങ്ങോട്ട് ചെയ്യുക. അത് രാജുവിനോട് ഞാൻ പറഞ്ഞു കൊടുത്തു. രാജു കൂടെ ഫ്രണ്ട്ലി ആയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഷറഫിനത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. മഞ്ജു വാര്യർ എങ്ങനെയാണ് അതിന്റെ ഭാഗമാവുന്നത്?
ആക്ച്വലി ആ ഒരു കഥാപാത്രം നമ്മൾ ആദ്യം വേണ്ടെന്ന് വെച്ചൊരു കഥാപാത്രമാണ്. അങ്ങനെ ലാസ്റ്റ് ഈ അനൂപ് മേനോനൊരു ആ പാവാട ഭാവന് കൂടെ ഒരു ലൈഫ് വേണമെന്ന് കണ്ടപ്പോൾ കാണിക്കാതെ വിടാമെന്നുള്ളതായിരുന്നു ആദ്യത്തേത്. പിന്നീടാണ് നമ്മൾ സ്ക്രിപ്റ്റ് കറക്റ്റ് വന്നപ്പോഴത്തേനും പുള്ളിക്കൂട്ട് ഫിനിഷിങ് ചിലപ്പോൾ വന്നാലോ അങ്ങനെ ഇടാമെന്ന് വെച്ചപ്പോൾ നമ്മൾ പത്മപ്രിയപ്പോഴുള്ള ആൾക്കാരെയാണ് നമ്മുടെ മനസ്സിൽ വന്നത്. അങ്ങനെ ആരെയും ആ റേഞ്ചിൽ നിൽക്കുന്ന ആരെങ്കിലും നോക്കാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്കിനാണ് എന്നോട് അനൂപ് മേനോൻ തന്നെയാണ് എൻ്റെ ഞങ്ങളുടെ അടുത്ത് മഞ്ജു വാര്യരെ സജസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ രാജേട്ടനെ വിളിച്ചു ചോദിച്ചു, രാജേട്ടൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, മഞ്ജു വാര്യർ അത് ശരിയാകത്തില്ല, കാരണം ഞാൻ മഞ്ജുവിനെ വെച്ചൊരു പടം ഹീറോയിനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഗസ്റ്റ് വിളിച്ചാൽ പിന്നെ ആ പടം നടക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാജേട്ടാ ഈ പടം കഴിഞ്ഞല്ലേ ആ പടം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നാൽ ശരി ആര് പറയും, ഞാൻ പറയത്തില്ല, നിങ്ങൾ ആലോചിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാജേട്ടൻ വിളിച്ചാൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെ അനൂപ് മേനോനെ വിളിച്ചത്. അനൂപ് വിളിച്ചു പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ രാജേട്ടൻ വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ട്രാവൻകൂട്ടിൽ നമുക്ക് കേൾക്കാമെന്ന് വെച്ചാൽ മഞ്ജുവോട് പറഞ്ഞു, ഞങ്ങൾ കഥ പറയാൻ തുടങ്ങിയതിന് പറഞ്ഞു കഥയൊന്നും കേൾക്കണ്ട, രാജേട്ടന് വേണ്ടിയല്ലേ ഞാൻ ചെയ്തോളാമെന്ന്. ഞങ്ങൾ എന്തായാലും കേൾക്കുന്നത് ഞങ്ങൾ പിന്നെ കഥ കേട്ട് അവർ എനിക്ക് ജോയൻ ബോയ് മറ്റേ അതിൻ്റെ കൊടൈക്കനാൽ ഷെഡ്യൂളിൽ നിന്നാണ് ഇവിടെ വന്ന് അഭിനയിച്ചത്. അത് ഫുൾ റെയിൻ രാത്രി ഒരു രാത്രി കൊണ്ടാണ് അവരുടെ സീക്വൻസിന്. അവർക്ക് വീണ്ടും കൊടൈക്കനാലിൽ പോകണം. ആ ഫുൾ മഴ ഫുൾ റെയിൻ ഉള്ള സീനുകളാണ് കംപ്ലീറ്റ്. അപ്പോൾ ഫുൾ വെള്ളം അടിച്ച് മഴ ഇങ്ങനെ ഇരിക്കുന്നിടത്തും അതൊന്നും അവർ ആ സെറ്റിൽ നിന്ന് അങ്ങോട്ടോ മാറാതെ എനിക്ക് അത്ഭുതമായി പോയി. ഭയങ്കര അവരൊരു ഭയങ്കര ലെജൻഡാണ് എന്നുള്ള കാര്യങ്ങൾ. അവരുടെ സിൻസിയാരിറ്റി ഭയങ്കരമാണ്. അങ്ങനെ നിന്ന് അതിനുശേഷം അവർ ഡബ് ചെയ്യാൻ വന്നിട്ട് രാജേട്ടന് ചെക്ക് കൊടുത്തിട്ട് മേടിച്ചില്ല. രാജേട്ടന് ഭയങ്കര ഇമോഷനായി. അങ്ങനെ അവർ ശരിക്കും ഒരു വല്ലാത്ത ഒരു എൻ്റെ ചേച്ചി ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ചേച്ചിക്ക് ഈയിടെ ക്യാൻസർ വന്നു, ഇപ്പം മാറിയത്. ആ സമയത്ത് ഞാൻ ഒരു കഥ പറയാനായിട്ട് മഞ്ജുവാരുടെ അടുത്ത് പോയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇവർ ആ സമയത്ത് മനോരമയുടെ മറ്റേ അതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു കേരളയ്ക്ക്. അപ്പം ഞാൻ ചേച്ചിയുടെ വിഷയം പറഞ്ഞിട്ട് കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞ് മാത്രം നമുക്ക് വേറൊരു കഥയല്ല ഇത് നമുക്ക് ഇതാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്ക് എന്നെ തിരിച്ചു വിളിച്ചു, ചേച്ചി ഒന്ന് വീഡിയോ കോൾ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. ഞെട്ടിപ്പോയി. ഞാൻ അങ്ങോട്ട് ചോദിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വിഷയമാണ് അവർ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ചേച്ചിക്കും ഭയങ്കര, കാരണം ആ സമയത്ത് അവർ കീമോ ഒക്കെ ചെയ്ത് വല്ലാത്തിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ ഒരു സ്വാന്തനം എന്ന് പറഞ്ഞ ചേച്ചിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് മാറി. ഭയങ്കര എനിക്കൊന്നൊരു ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് എപ്പോൾ കണ്ടാലും മഞ്ജു ചോദിക്കും ചേച്ചിക്ക് എങ്ങനെ ഉണ്ടെന്ന്. അത് ഓർത്തിരുന്ന് നമ്മളോട് കെയർ ചെയ്ത് സംസാരിക്കുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമില്ല അങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ വലിയൊരു എപ്പോൾ കണ്ടാലും ശരിക്കും അങ്ങോട്ട് സ്ത്രീകളുടെ ഇടയിലൊക്കെ അവർ വലിയ രീതിയിൽ തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ല എൻ്റെ അനുഭവം, ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ അവർക്ക് ആ ചേച്ചിക്ക് അന്ന് കിട്ടിയ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടില്ല. ചോദിക്കാനുള്ളൊരു മനസ്സ് ഭയങ്കര. ഇപ്പോഴും കാണുമ്പോൾ ചോദിക്കുക അങ്ങനെ ചോദിക്കും. അവരുടെ ജീവിതം ഒരു മോട്ടിവേഷൻ ആണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ പുള്ളിക്കാരി സ്റ്റാർട്ടിങ് സമയത്ത് 20 വയസ്സിനുള്ളിൽ ആർക്കും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പത്രത്തിലെ ദേവികാശേഖറും കന്മതത്തിലെ കഥാപാത്രമായിട്ട് ചെയ്തു വെച്ചാൽ പക്ഷെ തിരിച്ചുവരവിൽ അതുപോലെ ആ അഭിനേത്രിനെ ഉപയോഗിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. നമുക്കും കഥകൾ ഉണ്ടായതൊന്നുമല്ല, അത് ആരുടെയും കുഴപ്പമില്ല. അതിനനുസരിച്ചുള്ള ഇപ്പം നമുക്കിപ്പം എല്ലാ കഥകളും വന്നു കഴിഞ്ഞു. ഓരോ കഥ ഉണ്ടാക്കി അതൊക്കെ സംഭവിക്കുന്നതാണ്. അസുരനെ കണ്ടപ്പോൾ അത്ഭുതമായിരുന്നു. ഇപ്പോഴും അവരുടെ ഫയർ കെട്ടില്ല രീതിയിൽ. ഇപ്പൊ പാവാട തിരിച്ചു വന്നാലും പാവാടയുടെ 2ാം ഭാഗം വരുന്നു ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടോ ശരിക്കും? അത് ഒരിക്കലും സംസാരം നടന്നു. അത് നടന്നതിന് ശേഷം രാജുവിന് ഒരു മെസ്സേജ് ഇട്ടു. രാജു ഗ്രീൻ സിഗ്നൽ അന്ന് കൊടുത്തിരുന്നു. രാജേട്ടൻ നല്ലതാണ്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ആ ഗ്രീൻ സിഗ്നൽ കിടപ്പുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. ഞാനും ബിബിനും കൂടെ പാവാടയുടെ മേളിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കണ്ടന്റ് കെട്ടിയാൽ തീർച്ചയായിട്ടും ഞാനിപ്പോഴും അതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു ആഗ്രഹമാണ് ആ പാമ്പ് ജോയിയെ വീണ്ടും കൊണ്ടുവരണമെന്ന്. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അത് വന്നാൽ ഇനിയും അതിനൊരു സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ എന്നല്ല സംഭവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ രാജുവിനോട് ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ രാജുവിനോട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നത്. രാജുവായിട്ട് നേരിട്ട് അതിനെക്കുറിച്ച് പക്ഷെ എപ്പോഴെങ്കിലും കാണുമ്പം സംസാരിക്കണം. അതിന് ബിപിൻ ചന്ദ്രനും രാജുവും ഞങ്ങളും എല്ലാം കൂടെ ഒത്തിരി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളതാണ് എൻ്റെ. എനിക്ക് നടത്തിയെടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നടത്തിയെടുക്കും ഞാനത്. ഇപ്പം പാവാട 2ാം ഭാഗം സംഭവിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗത്തിൽ എല്ലാവരും അതിലുണ്ടാവും ഉറപ്പുണ്ട് സാറിന്? അതിനെക്കുറിച്ച് വേണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് ബിപിൻ ചന്ദ്രൻ എഴുതുന്നവരാണ്. ഞാനും കൂടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ ഇപ്പോഴത്തെ വലിയൊരു ആഗ്രഹമാണ് അതിൻ്റെ 2ാം ഭാഗം. രാജുചേട്ടനെ പറ്റി പറഞ്ഞു. മണിയൻ രാജുവിന്റെ സെറ്റിൽ പോകാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണെന്ന് പലരും പറഞ്ഞു. ഈ പൃഥ്വിരാജ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ അടുത്ത് പോലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താ കാരണം? കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പുള്ളിയാണ്
സെറ്റിലേക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഭക്ഷണ രീതി കൊണ്ടുവന്നതൊക്കെ ശരിക്കും അങ്ങനെയാണ്. അതെ അതെ അതെ. അദ്ദേഹം എല്ലാ ഫുഡിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം ഭയങ്കര ശ്രദ്ധിക്കും. ക്വാളിറ്റി ഫുഡിന് എന്തെങ്കിലും കുഴപ്പമൊന്നും അദ്ദേഹം തന്നെ എൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് വഴക്ക് പറയും, നാളെ തൊട്ട് ഇത് പറ്റത്തില്ല, കറക്റ്റായിട്ട് അങ്ങനെ പുള്ളി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാ സെറ്റോട്ട് എത്തിക്കത്തുള്ളൂ. അതുപോലെ എല്ലാ ക്വാളിറ്റിയുള്ള ഫുഡായിരിക്കും, എല്ലാം ചിക്കന് മട്ടന് അങ്ങനെ എല്ലാ വലിയ കോസ്റ്റ്ലി സാധനങ്ങളൊക്കെ പുള്ളി തന്നെ. ആ ഒരു കാര്യത്തിൽ പുള്ളിക്ക് ഭയങ്കരമായ രാജ്യത്തിന് ഭയങ്കര നിർബന്ധമാണ്. അപ്പം നമുക്കും ഭയങ്കര എനർജിയാണ്. നമ്മുടെയൊക്കെ ഹെൽത്തിന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെയായിട്ട്, പിന്നെ കംഫർട്ടാണ് നമുക്ക്. നമ്മൾ ആദ്യം ടെൻഷൻ അടിക്കണ്ട, എല്ലാം അദ്ദേഹം നോക്കിക്കോളും. അതിന്റെ കാര്യങ്ങൾ എല്ലാ പ്ലാനിങ് എല്ലാം വ്യക്തമാണ്. ഈ ലൈറ്റ് ബോയ്സ് എല്ലാവർക്കും രാജ്യത്തിന്റെ സിനിമ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. രാജേട്ടനെ പരിചയപ്പെടുന്ന ചോട്ടാ മുംബൈയിൽ വെച്ചിട്ടാണോ? അതിന് മുമ്പ് തന്നെ അറിയായിരുന്നു. അതിന് മുമ്പ് അറിയാവുന്ന ചോട്ടാ മുംബൈ സമയത്ത് കൂടുതലെടുത്തു. അപ്പോഴേ എന്നോട് പറഞ്ഞു ആദ്യത്തെ പടം എനിക്ക് വേണ്ടി ആയിരിക്കണം. പക്ഷെ ആദ്യത്തെ പടം എനിക്ക് വേറെ ചെയ്യേണ്ടി വന്നു. രണ്ടാമത്തെ പടം എനിക്ക് വേണ്ടി ആയിരിക്കണം. മൂന്നാമത്തെ പടമാണ് ഞാൻ രാജ്യത്തിന് വേണ്ടി ചെയ്തത്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കണ്ടിരുന്നു അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പടത്തിന്റെ പ്രിവ്യൂഷയ്ക്ക് പോയി. എപ്പോഴും എല്ലാം എന്തുകൊണ്ടെങ്കിലും പോയി ഞങ്ങൾ തമ്മിൽ എല്ലാം നല്ല ബന്ധത്തിലാണ്. അദ്ദേഹം എപ്പോഴും പറയും എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടം പാവാടയാണ്, അതിന്റെ പേര് ഒരു വീടും ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കുറെ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. പിന്നെ രാജേന്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് ഏയോട്ടോ എന്ന് പറഞ്ഞ പടം ചങ്ങനാശ്ശേരി റിലീസ് ചെയ്ത സമയത്ത്, ഏയോട്ടോ മണിയമ്പള രാജേനാണ് പ്രൊഡ്യൂസർ. ആ സമയത്ത് ഞാൻ സിനിമ വന്നിട്ടില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ ഓൺലൈൻ റിസർവേഷൻ അല്ല, നമ്മൾ നേരിട്ട് പോയി ബുക്ക് ചെയ്യണം. വലിയ വലിയ പടങ്ങൾ വരുമ്പോൾ ബുക്കിംഗ് എന്നും പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ക്യൂ നിന്ന് നേരത്തെ പോയി എടുക്കണം. അപ്പം ഞാൻ ആദ്യം ബുക്ക് ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും 2-3 എനിക്ക് എടുക്കുന്നത്, പക്ഷേ ഞാൻ 2 പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരെണ്ണം കൂടി ചോദിച്ചപ്പോഴത്തേക്കും തരത്തില്ല. പോകും ഞാൻ അവിടുത്തെ മാനേജർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തില്ല, ഭയങ്കരമായിട്ട് ചൂടായിട്ട് അയാൾ എന്തിട്ട് തരുന്നില്ല. ഞാൻ കരഞ്ഞൊക്കെ നോക്കുന്നു. കുറേ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ വഴക്ക് പോകും, കാരണം അടുത്ത ആൾക്ക് കിട്ടണ്ടേ. കാരണം അന്ന് മോഹൻലാലിന്റെ പടമൊക്കെ ഇറങ്ങാന്ന് പറയുമ്പോൾ ഭയങ്കര ക്രൗഡുള്ളതാണ് ഈ ബുക്കിംഗ് വെച്ചത്. അപ്പോൾ എനിക്ക് കിട്ടിയില്ല. ഞാൻ 2 കൊണ്ടാണ് ഇറങ്ങിയത്. എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞു, ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. ഞാൻ ആ മാനേജറെ ഭയങ്കര രൂക്ഷമായിട്ട് നോക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ ഇറങ്ങിയ ശേഷം വർഷങ്ങൾക്ക് ശേഷം മണിയമ്പള രാജേന്റെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തു. അതേ തിയേറ്ററിൽ എന്റെ വേറെ പടം വന്നു. അപ്പൊ അന്ന് ആ മാനേജർ ഇല്ല, പക്ഷെ ഞാൻ ആ മാനേജറെ നോക്കിയപ്പോൾ പുള്ളിയല്ലേ വേറെ ആളാണ്. പക്ഷെ ആ തിയേറ്ററിൽ എന്റെ എത്രയോ പടങ്ങളൊന്നും ഓടി. അതുപോലെ മണിയമ്പള രാജു എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു അന്ന് ഏയോട്ടോടെ ടിക്കറ്റ് എനിക്ക് കറക്റ്റായിട്ട് ചൂടായിട്ട് തന്നൊരവസ്ഥയില് ആ പ്രൊഡ്യൂസറുടെ പടം ചെയ്യുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചിട്ട്. ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ ഒരിക്കലും സ്ഫടികത്തിന് മാറ്റിയെടുക്കാൻ പറ്റില്ല. സാറിന്റെ ഒക്കെ ഒരു ടീനേജ് കാലഘട്ടത്തിലായിരിക്കണം സ്ഫടികം ഷൂട്ട് നടന്നുണ്ടാവുക. എല്ലാ ഓർമ്മകളുണ്ടോ സ്ഫടികത്തിന്? തീർച്ചയായിട്ടും. ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അതിന്റെ ഷൂട്ട് നടക്കുന്നത്. എനിക്ക് ഡിഗ്രിക്ക് ആ സമയത്താണ്. ആ സമയത്ത് ചങ്ങനാശ്ശേരി മോഹൻലാൽ സാർ നമ്മൾ വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ സ്ഥലം കിട്ടത്തില്ല. അത് മാർക്കറ്റിൽ എല്ലാ ദിവസവും എനിക്ക് ഷൂട്ട് വന്നിരുന്നു. എല്ലാ ദിവസവും വീട്ടിൽ സ്കൂളിൽ പോകാതെ ഞാൻ നേരെ ഷൂട്ടിംഗ് കോളേജിൽ പോകാൻ നേരെ ഷൂട്ടിംഗ് സ്ഥലത്തോട്ട് പോകുന്നു. എന്നിട്ട് നേരെ അവിടെ നിന്നിട്ട് അപ്പം അതിനകത്ത് വർക്ക് ചെയ്ത അതിന്റെ ആർട്ട് ഡയറക്ടർ എൻ്റെ ഏറ്റവും അടുത്താണ് വത്സേട്ടൻ. അവരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒത്തിരി പടങ്ങൾ പിന്നെ വർക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ അവരൊന്നും അറിയത്തില്ല, അവരൊക്കെ എത്തിരി മാറ്റിയൊക്കെ നിർത്തുമായിരുന്നു നമ്മൾ. അപ്പം മേളിൽ പുള്ളി ചാടുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പം ശരിക്കും പറഞ്ഞ് ഭയങ്കര സിനിമാ മോഹം കൂടാൻ കാരണം ഈ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കണ്ടപ്പോഴത്തേക്കാണ്. അപ്പം വില്യം സാറിനെ പോലെ വലിയ ആളാണ് ക്യാമറ ചെയ്യുന്നത്. വില്യം സാറൊക്കെ വളരെ ഫേമസ് ക്യാമറയാണ്. അതിന് സാറിന്റെ ഡയറക്ഷൻ അറിയാം. പുള്ളിയെല്ലാം ഈ ഇത് കറക്റ്റായിട്ട് വിഷ്വല് കിട്ടാൻ വേണ്ടി പുള്ളി ഏത് അറ്റം വരെ പോകും, കോംപ്രമൈസ് ചെയ്യാത്തൊരു ഡയറക്ടറാണ്. അപ്പൊ അതൊക്കെ നേരിട്ട് ഞാൻ കാണേണ്ടി വരും. എല്ലാ ദിവസവും ഷൂട്ട് പോയി കാണുമായിരുന്നു, എല്ലാ ദിവസവും. അപ്പോൾ ഒരുപാട് നല്ല കിട്ടി ഓടിച്ചു വിട്ടിട്ടുണ്ട് പോലീസുകാരൊക്കെ. പക്ഷെ നമ്മൾ അപ്പോഴും ഇടിച്ചു കയറി അവിടെ നിൽക്കുകയൊക്കെ ചെയ്യായിരുന്നു. അത് ഭയങ്കര ആഗ്രഹത്തോടെ നോക്കി നിന്നത്. പിന്നെ അവരൊക്കെ പിന്നീട് അറിയാൻ പറ്റി. ഭദ്രൻ സാറ് പാവാടയുടെ സെറ്റിൽ ഒരു ദിവസം പുള്ളി പാലയിലാണ് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ. സാറ് നടക്കുന്ന സാറിന്റെ പള്ളിയിലാണ്, അവരുടെ ഇടവകയിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് വാക്കിന് മുമ്പ് എൻ്റെ മുന്നിൽ കൂടെ പോകും. അപ്പോൾ ഞാൻ തൊഴും സാറേ പടിയൊക്കെ വന്നപ്പോൾ സാറിന് പുതിയായിട്ട് നടന്ന് കണ്ട കാര്യമൊക്കെ പുള്ളി ഇങ്ങനെ തോളിത്തെറ്റി. അയ്യോ അതൊക്കെ ഭയങ്കര അനുഭവമല്ലേ അത്. നമ്മുടെ മുന്നിൽ നിന്ന് സ്റ്റാർട്ടും കട്ടും പറഞ്ഞ ആൾ നമ്മുടെ തോളത്ത് എത്തിയുന്ന അവസ്ഥയിലോട്ട് നമ്മൾ എത്തുമല്ലോ. വീട്ടുകാർ ശരിക്കും സാറിന് അധ്യാപകൻ ആകണമെന്ന് ആഗ്രഹിച്ചെന്ന് സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം സിനിമയിലേക്ക് വന്നപ്പം അമ്മയാണെന്ന് തോന്നുന്നു അധ്യാപകൻ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിരുന്നു സിനിമയിലേക്ക്? തീർച്ചയായിട്ടും അമ്മയ്ക്ക് എന്നെ വീട് പോയി പഠിച്ചിട്ട് സാറാണെന്നുള്ള ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക്. ഞാനൊരു സാറായി കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എനിക്കറിയത്തില്ല. ഞങ്ങൾ അമ്മയോട് പറയുകയും ചെയ്യായിരുന്നു. പക്ഷെ അമ്മ വേണം, അങ്ങനെ വേണം, എന്നിട്ട് വേണം നിന്റെ കല്യാണം, അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിടക്കാം. പക്ഷെ പിന്നീട് അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പോയ പോക്ക് കറക്റ്റ് ഏരിയയിലാണ് പോയത്. കാരണം ഇപ്പോൾ ഒരുപാട് പേര് അമ്മയെ വിളിച്ച് പറയാറുണ്ട് ആ പടങ്ങൾ. പിന്നെ അമ്മ തിയേറ്ററിൽ വന്ന് എൻ്റെ സിനിമകൾ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിൽ പിന്നെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി. പിന്നെ വീട്ടിൽ അമ്മയെ ഓരോരുത്തർ ഡെയിലി വിളിക്കാറുണ്ട്, ഇങ്ങനെ സാറുണ്ടോ വിളിച്ചിട്ടൊക്കെ. വിളിക്കുമ്പോഴത്തേക്കിനും അമ്മയ്ക്കും ഭയങ്കര അഭിമാനമായിരുന്നു.
അവൻ അത്യാവശ്യം പേരുള്ള ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ആ സത്യം മനസ്സിലാക്കുന്നു. നമ്മളെന്തെങ്കിലും നഷ്ടപ്പെടുത്തിയാലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ. എനിക്കതിനകത്ത് വിഷമമുള്ള ഒറ്റ കാര്യത്തിൽ അതിൻ്റെ അച്ഛൻ എനിക്ക് അച്ഛനെ ഒരു നടനാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ നന്നായിട്ട് അഭിനയിക്കുമായിരുന്നു. അച്ഛൻ്റെ ഒരു എക്സ്പ്രഷൻസ്, തമാശ, നന്നായിട്ട് ഹ്യൂമർ പറയും. കഥകളിയൊക്കെ ഇപ്പോൾ ഒരു ഫുൾ ഡേ ഇന്ന് കാണുമായിരുന്നു. കഥകളിയൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാം, രാത്രി തുടങ്ങിയ രാവിലെ വരെയാണ്. അത് ഇന്ന് എല്ലാവരും ഇറങ്ങിയാലും പുള്ളി ആ ഒറ്റയ്ക്ക് ഇരുന്ന് പുള്ളി കാണുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിൽ വന്ന് പുള്ളി അഭിനയിച്ച് കാണിച്ചു ഇതെന്താണ് എക്സ്പ്രഷൻ, രൗദ്രഭാവം, അങ്ങനെയൊക്കെ പുള്ളി ഭയങ്കരമായിട്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നത്. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു അച്ഛനെ ഒരു സിംഹാസനാക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ജീവിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ഗ്രേറ്റസ്റ്റിലെ പി ബാലൻ സാർ ചെയ്ത വേഷം ഞാൻ അച്ഛന് കൊടുത്തേനെ. അതേ ഷേപ്പായിരുന്നു അച്ഛൻ, ആ താടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇഷ്ടം എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ വേണിച്ചേട്ടൻ്റെ ക്യാരക്ടറൈസേഷൻ കാണുമ്പോൾ, ആ ഗെറ്റപ്പ് കാണുമ്പോൾ എനിക്ക് അച്ഛനെ എപ്പോഴും ഓർമ്മ വരാറുണ്ട്. അത്തരം ഞാൻ വേണിച്ചേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ താടി ആയിരുന്നു അച്ഛൻ്റെ സിമ്പൽ. അപ്പം ഒരുപക്ഷെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം നല്ലൊരു നടനായിട്ട് മാറിയായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മിസ്സിംഗ് ആയ അനുഭവം. സാറിന് എപ്പോഴും അഭിനയമോഹം വന്നിട്ടുണ്ടോ സിനിമയിലേക്ക്? അഭിനയമോഹം നമുക്ക് സിനിമയിലെന്നല്ല, നമ്മൾ നാടകത്തിൽ കൂടെ അഭിനയിച്ചാണല്ലോ വന്നത് കോളേജിലൊക്കെ. സിനിമയിൽ അങ്ങനെ മോഹങ്ങൾ. എനിക്ക് നല്ല സംവിധാനമായിട്ട് അറിയപ്പെടുന്നതാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. ഇപ്പം ജോണി എസ് എപ്പ് എടുത്തു കഴിഞ്ഞാൽ അബു സലീമിന്റെ ഒരു കഥാപാത്രം, അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ബ്രേക്ക് കൊടുക്കുന്നില്ല സാറാണ്. അദ്ദേഹത്തിന് മുന്നേ കോമഡി വേഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു പെർഫോമൻസ് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരുന്നത്? ആരും ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ ഹലോയിൽ ഇപ്പൊ റാഫി മെക്കാട്ടിമാര് ഭീമന്റെ ചേട്ടനെയും സ്പടിയും ജോർജ് ചേട്ടനൊക്കെ കൊണ്ടുവന്ന പോലെയാണ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു? അതായത് അബൂക്കായിട്ട് എനിക്ക് നേരത്തെ തൊട്ട് നല്ല പരിചയമുണ്ടായിരുന്നു. അബൂക്ക് നന്നായിട്ട് ഹ്യൂമർ പറയും, പക്ഷെ ചെയ്യുന്ന മുഴുവൻ മസിൽ വേഷങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, ഞാൻ ജോജിയായിട്ട് പറഞ്ഞാൽ നമുക്കൊരു സീരിയസ് ഹ്യൂമർ ചെയ്യാൻ തോന്നി. അങ്ങനത്തെ ഒരു കഥാപാത്രം നമുക്ക് ഈ പടത്തിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് സെബാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ ഞങ്ങൾ കൊണ്ടുവരുന്നത്. അത് തിയേറ്ററിൽ ഭയങ്കര ഓളം ഉണ്ടാക്കി അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിന് വയ്യാന്നുള്ള ലോകത്തെ അദ്ദേഹത്തിന് മാത്രം അറിയത്തില്ല. ഞങ്ങൾ ആലോചിച്ചിങ്ങനെ അത് ഗുണ്ട അയാൾ ലുക്ക് കൊണ്ട് മാത്രം നിൽക്കുന്നു. പണ്ട് ഞാൻ പ്ലാൻ ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അയാൾക്ക് പേടിയാണ്, അയാൾക്ക് ദേഹം മുഴുവൻ നീരാണ്, മസിലല്ല. അങ്ങനെ ഒരു കഥാപാത്രം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അതുകൂടെ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോജി അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് അബൂക്കൊക്കെ എല്ലാം വേറൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇത് മനോഹരമായിട്ട് ചെയ്യുന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പല കഥാപാത്രത്തിലും ട്രോള് വരുന്നത് അത് വരാറുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഞാനത് തിയേറ്ററിൽ വന്ന് അറിഞ്ഞില്ല. പിന്നീട് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും വരുമ്പോൾ സഭാന്റെ വരാറുണ്ട്. ഇപ്പൊ ഇതൊരു വലിയ വീടാന്ന് പറഞ്ഞാൽ കാശ് ഇപ്പൊ അതാ എടുത്തിരുന്നത്. അതുപോലെ സാറ് ചട്ടമ്പിനാടിനെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് കൾട്ട് ഫാൻ ബേസ് ഉള്ള കഥാപാത്രങ്ങൾ ചട്ടമ്പിനാടുണ്ട്. ദശമൂലം ദാമു, മാക്രി ഗോപാലൻ, മല്ലയ്യ അതൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിംഗ് സമയത്ത് മറക്കാനാവാത്ത ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളൊക്കെ കാണുമല്ലോ. ഇപ്പം ദാമുവിന്റെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സാറിന് മറക്കാൻ പറ്റാത്ത എന്നുള്ളത് ഈ ദശമൂലം ദാമുവിന്റെ കഥാപാത്രത്തിന്റെ വലിയ അനുഭവമില്ലേ? അതെ, ഭയങ്കര അനുഭവമാണത്. അത് ആ കഥാപാത്രം എഴുതുമ്പോൾ തൊട്ട് നമ്മളുണ്ട് ബിനിച്ചന്റെ കൂടെ. എഴുതുമ്പോൾ തൊട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ എഴുതുമ്പോൾ തൊട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളാണ് കോപ്പികൾ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വായിക്കും, നമുക്ക് പൊട്ടിച്ചിരിക്കുക. ഇത് സുരാജ് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഡിസ്കഷൻ വരികയും ചെയ്യും. അപ്പൊ സുരാജ് അന്ന് കത്തി വേറെ ലെവലിൽ, അതായത് ഇന്നത്തെ ഈ സീരിയസ് ആക്ടിന് അപ്പുറത്തൊരു ഹ്യൂമർ ആക്ടർ എന്നുള്ള നിലയ്ക്ക് കത്തി നിൽക്കുന്ന സമയത്താണ് ആ കഥാപാത്രം സുരാജിനെ മനസ്സിൽ കണ്ട ഇങ്ങനെ ഷേപ്പ് പിന്നെ ഷാഫി സാറും ബിനിച്ചന്റെ കോമ്പിനേഷൻ അറിയില്ല, അവർ ഹ്യൂമറിന്റെ ഉസ്താദുകളാണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഇത് ഭയങ്കര രസമായിട്ടാണ് നമ്മളത് ചെയ്തതും. ഈ കഥാപാത്രം പിന്നീട് ഭയങ്കരമായിട്ട് വരുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അതിനുശേഷം പിന്നീട് എനിക്ക് ആ സിനിമ ചെയ്യണമെന്ന് ഇപ്പൊ ഈ ട്രെൻഡായി വന്നപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ബെന്നിച്ചോണ്ട് പറയുകയും ചെയ്തു. പക്ഷെ ഷാഫി സാർ ചെയ്യുന്നില്ലെങ്കിൽ മാത്രം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്ക് എന്റെ കയ്യിൽ നിന്ന് പോയി. അതെന്റെ മനസ്സിൽ ഏറ്റവും ഒരു വിഷമമുള്ള കാര്യമാണ്. എനിക്ക് നമ്മളതിന്റെ കൂടെ നിന്ന ആളാണ്, നമുക്ക് അറിയാൻ പറ്റും ഏത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അതിപ്പോ വേറെ ലെവലിൽ പോകുന്ന പറഞ്ഞാൽ അത് രതീഷിന് വേറെ ആളുടെ പേരാ പറഞ്ഞു കേട്ടത്. നമുക്കിപ്പോ അത് നമ്മൾക്കത് കിട്ടില്ല എന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. പക്ഷെ ആ ഒരു 2 ദിവസം എനിക്ക് എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചു. അതിന്റെ കാരണം കൂടെ അറിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ അതെന്നെ വിഷമിപ്പിച്ചൊരു കാര്യം തന്നെയായിരുന്നു. കാര്യമില്ല, സിനിമയല്ലേ, നമുക്കിപ്പം വിഷമമൊക്കെ മാറും, നമ്മൾ അടുത്ത സിനിമ കൊണ്ട് കവറപ്പ് ചെയ്ത് പോകും. അതൊക്കെയാണ്. ഈ ദാമുവിൽ മുങ്ങിപ്പോയ അണ്ടർ റേറ്റഡ് കഥാപാത്രമാണ് മാക്രി ഗോപാലൻ. സലീമേട്ടൻ ബുള്ളറ്റിൽ വരുന്ന പോലെ വരുന്ന സംഭവമൊക്കെ ഭയങ്കര ഇപ്പോഴും ആളുകൾ ഇപ്പോഴാണ് അംഗീകരിച്ചു തുടങ്ങുന്നത് മാക്രി ഗോപാലിനെ. ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞ മമ്മൂട്ടി സാറിന്റെ ക്യാരക്ടർ ഇപ്പം ഈ ആവേശത്തിൽ ഈ ഫഹദ് പറഞ്ഞ മുമ്പ് സാർ ആ ക്യാരക്ടർ വിധേയന്റെ കൺസെപ്റ്റിൽ നിന്നാണ് ഇങ്ങോട്ട് അവർ ഇതെടുത്തത്. വിധേയൻ എന്ന് പറഞ്ഞ അടൂർ സാറിന്റെ ഒരു സിനിമയുണ്ട്, അതിൽ അത്തരം സ്ലാങ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ ഒരു ഇത് വെച്ചിട്ടാണ്
ചട്ടമ്പിതാനിട്ട് വന്നു. പക്ഷെ ഇത്ര മനോഹരമായിട്ട് മമ്മൂട്ടി സാർ അത് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മളൊരു കന്നഡയിൽ നിന്ന് ഒരാളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റിൽ ത്രോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അയാൾ പറയുന്നത് അല്ലാതെ തന്നെ സാറ് കറക്റ്റായിട്ടത് ഒബ്സർവ് ചെയ്ത് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒത്തിരി ചിരിച്ച അനുഭവങ്ങളുണ്ട്. കാരണം ഇത്രയും ഈ ക്യാരക്ടർ ഇവരോട് പറയുന്നതും സലികുമാരേട്ടൻ്റെ സുരാജേട്ടൻ അങ്ങനെ ഒരുപാട് കഥാപാത്രം, സിദ്ദിഖിയുടെ കഥാപാത്രം എല്ലാം നല്ല കഥാപാത്രങ്ങളായിരുന്നു. രസകരമായ അനുഭവങ്ങളായിരുന്നു. ഒരുപാട് പേര് കൈ നിട്ട സാധനങ്ങൾ ഉണ്ടാവും. ഞാൻ വിചാരിച്ചിട്ടുണ്ട് കല്ലെടുത്തിട്ട് ജോസേട്ടൻ അടിക്കാൻ പോകുമ്പോൾ ശിവനെ കല്ലെന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് സാധനങ്ങൾ ട്രോളായിട്ട് മാറിയിട്ടുണ്ട്. ദശമൂലത്തിന്റെ എല്ലാം അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി ഒടുക്കത്തെ ഐഡിയ ആയിപ്പോയി എന്ന് പറയുന്ന സാധനം മഹേഷിന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടല്ലോ. ആ ഐഡിയ എന്ന് പറയുന്ന സാധനം മഹേഷിന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ട്. എന്റെ ഐഡിയ വില്ല കാണിച്ചു ഇത് സൈ സാധനം ദശമൂലം പറയുന്നുണ്ട്. ഒരു കൊടുക്കത്തെ ഐഡിയ. അപ്പൊ ഈ സിനിമയിൽ നിന്ന് വന്ന സാധനം അവരെടുത്തു എന്നല്ലേ പറഞ്ഞത്. അതിനു മുമ്പ് ഇതിനകത്തൊക്കെ വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ. ഇപ്പൊ ആവേശം എടുത്തു കഴിഞ്ഞാൽ തന്നെ മമ്മൂട്ടി സാർ അന്ന് പറഞ്ഞതാണ് ഇത്തരം സാധനം ഡാ മോനെ നായിന്റെ പെട്ടി മോനെ എന്ന് പറഞ്ഞ സാധനം. പക്ഷെ ഇപ്പൊ പകത് വേറെ രീതിയിൽ വേറെ രീതി ട്രെൻഡ് ആകുന്നു. ആവേശത്തിൽ പകതിന്റെ സ്ലാങ് കേട്ടപ്പോ ആദ്യം ഓർമ്മ വന്നതാണ്. അത് മുമ്പ് വന്നായിരുന്നു. പക്ഷെ എന്നാലും ഭഗതിന്റേതായ രീതിയിൽ അത് പറഞ്ഞ വേറെ ട്രെൻഡാക്കി മാറ്റി. അതിപ്പോ ആവേശം ഒരു ട്രെൻഡാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞത്. തീർച്ചയായും. ഇപ്പോ സാറ് ഈ സംവിധാനത്തിന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാവരുടെ ചേർന്നിട്ട്. അപ്പൊ അതിന്റെ പിന്നെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇങ്ങനെ അവസരങ്ങൾ ചോദിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ വെറുതെ അവസരം കൊടുക്കുന്നതിനകത്ത് ആദ്യം എന്താണെന്ന് അറിയണം. ഒന്നും അറിയാതെ വന്നിട്ട് കാര്യമില്ല. അപ്പൊ അതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ പഠിക്കാനായിട്ട് എൻ്റെ ശ്രീരാജ, ഞങ്ങൾ അജയ് വാസുദേവ്, ഡിക്സൺ ചേട്ടൻ, ഞങ്ങൾ 4 പേരുടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഐഡിയ തുടങ്ങിയത്. അപ്പൊ നമ്മോട് ചോദിച്ചു വരുന്നവരോട് നിങ്ങൾക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾ അവിടെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഇല്ല എങ്കിൽ നിങ്ങൾ കാരണം എന്തെങ്കിലും അറിഞ്ഞിട്ട് പറഞ്ഞല്ലോ. അല്ലാതെ അവർക്കൊരു പ്രോപ്പർ ഗൈഡ്. നമ്മൾ ലാഭം ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല, വലിയ ലാഭമൊന്നും ഇല്ല ഇപ്പൊ അതിൽ നിന്ന്. നമ്മൾ കുറച്ച് കുട്ടികളെ ഒന്ന് ചേരുന്നുണ്ട്, അവർക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇവർക്ക് നിൽക്കണോ പോകണോ എന്ന് അറിയാൻ പറ്റും പഠിച്ചിറങ്ങുമ്പോൾ. അല്ല വെറുതെ വന്നത് പലരും പ്രശസ്തി കണ്ടിട്ടാണ് ഓരോരുത്തർ വരുന്നത്. സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം കൊണ്ട് വരുന്നൊരു 100-ൽ 2 3 പേരേ ഉള്ളൂ. അവരൊക്കെ രക്ഷപ്പെട്ട് പോകുന്നുണ്ട്. ഏതായാലും ശിഷ്യന്മാർ ഇൻഡിപെൻഡന്റ് ആയിട്ട് സിനിമ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടുണ്ട്. ഇപ്പം മറ്റേ ധ്യാൻ ശ്രീനിവാസന്റെ 2 പടം ചെയ്തൊരു വിനയ് ജോസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ. സാറിന്റെ ഒരു കുറച്ചു മുന്നേ ഒരു അനൗൺസ്മെന്റ്, ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു മഹാറാണിയുടെ സമയത്ത്. സാറിന്റെ ഏതൊരു ശിഷ്യൻ ഒരു സിനിമ, നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് വന്ന ഒരാള് ഒരു സിനിമ തുടങ്ങിയെന്നാണ്. അല്ല, ആ സിനിമ ആയി വരുന്നേ ഉള്ളൂ. ഇടയ്ക്ക് അനൗൺസ് ചെയ്തിരുന്നു. പക്ഷെ അതിന്റെ ചില കാര്യങ്ങൾ കൊണ്ട് ഇപ്പം നിന്നിരിക്കുകയാണ്. വീണ്ടും അത് ചെയ്യാനുള്ള ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ്. അതിന്റെ കാര്യത്തിൽ ഇപ്പം സ്വപ്നങ്ങൾ എന്തൊക്കെയാ സാറിന്റെ മുന്നോട്ടുള്ള സംവിധാനത്തിലേക്കുള്ള സ്വപ്നങ്ങൾ? ഇപ്പം ഏതൊരു സംവിധായകനും ഒരു സ്വപ്ന പദ്ധതി അല്ലെങ്കിൽ സ്വപ്ന സിനിമ എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഏതെങ്കിലും? എനിക്ക് അങ്ങനൊന്നുമില്ല, സ്വപ്നങ്ങളൊന്നുമില്ല. എനിക്ക് നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൂ. സ്വപ്നം കാണും ഞാൻ. പക്ഷെ ആ സ്വപ്നം കാണുന്നതൊക്കെ എങ്ങനെ നടക്കും എന്നുള്ളതിനെ കുറിച്ച്, കാരണം സിനിമ ഒരുപാട് മാറി. ഒരുപാട് സബ്ജക്റ്റിന്റെ കാര്യത്തിലാണ് മാറി, മേക്കിങ്ങിന്റെ കാര്യത്തിലും മാറി. പുതിയ പുതിയ മത്സരങ്ങൾ വന്നു, ഒരുപാട് സംവിധായകർ, പുതിയ മിടുക്കന്മാർ വന്നു. അപ്പൊ അവരുടെ ഇടയ്ക്കൊക്കെ നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. എത്ര സിനിമകളെടുത്ത് അവിടെ പിടിച്ചു നിൽക്കുക. അത്തരം ആലോചനകൾക്കിടയ്ക്ക് സ്വപ്നങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ മത്സരത്തിനടുത്ത് നമ്മൾ പിന്തള്ളപ്പെട്ടു. അപ്പൊ ആ മത്സരത്തിൽ നമ്മളും കൂടെ പോവുക. ആ മത്സരിക്കുന്ന ഇഷ്ടമായിരിക്കും. നമ്മൾ മത്സരിച്ച് മുന്നേറാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സാർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, സിനിമയുടെ പുറകിൽ നിന്നിട്ടില്ല. ഇപ്പം വരുന്ന കുട്ടികളോട് പ്രധാനമായിട്ട് സാറിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? അവരോടൊന്നും ഉപദേശം പറയേണ്ട കാര്യമില്ല. അവരൊക്കെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അവരോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും അവർ കേൾക്കത്തുമില്ല. അവരവരുടേതായ ഐഡിയ ഉണ്ട്. കാരണം പുതിയ തലമുറ അതാണ്. അവർക്ക് അവരുടേതായ ജഡ്ജ്മെന്റ്, തീരുമാനങ്ങളുണ്ട്. നല്ലതാണ്. അവിടെ പണ്ട് സിനിമ എങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പണ്ടത്തെ കാര്യവും മറ്റേതൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടെ അവർ വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഓരോ ഷോട്ടിലും അവർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അവരുടെ സിനിമയെക്കുറിച്ച് അത് നമ്മൾ അവരുടെ സിനിമകൾ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇത്ര മനോഹരമായിട്ട് അവരോട് സിനിമ ചെയ്യുന്നത്. അപ്പൊ അവരോട് പോയി നമ്മൾ ഉപദേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ നാറുമെന്നുള്ളതല്ലാതെ ഒരു കാര്യം. അവിടെ ഞാനും ഉപദേശിക്കാനൊന്നും പോകാറില്ല. അവനവൻ നന്നായി ചെയ്താൽ അവനവന് കൊള്ളാം. ഇല്ലെങ്കിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കാണത്തില്ല. ഈ കാണുന്ന സൗഹൃദവും ഈ ഇതും ഒക്കെ വിജയിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. പരാജയപ്പെടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അതും ആലോചിച്ച് എല്ലാവരും മുന്നോട്ട് പോകാന്നുള്ളതാണ് എനിക്ക് പറയാറുള്ളത്. ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്, സാറിന്റെ സിനിമ പുറത്തിറങ്ങിയപ്പം, ഒരു സിനിമ ഇറങ്ങുന്നതിന് മുന്നേ നമ്മളെ ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന നമ്മുടെ നാട്ടുകാരായിരിക്കും. അപ്പൊ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങിയപ്പോൾ പ്രതികരണം എന്തായിരുന്നു അവരുടെ? സാറിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷം മാത്രം മൊത്തം നോക്കുമ്പോഴായിരിക്കും. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കാരണം ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നായിരിക്കും. ഇവൻ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടത് സിനിമ എന്ന് പറഞ്ഞിട്ട് ജീവിതം കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അത്തരത്തിൽ മറക്കാൻ പറ്റാത്ത ആദ്യത്തെ സിനിമ സ്വന്തം നാട്ടിൽ കണ്ടതിന് ശേഷം ഉണ്ടായ ഒരു അനുഭവം എന്താണ്? അല്ല, കളിയാക്കലിൽ കൂടെയാണ് ഞാൻ സംവിധായകനാകുന്നത്. കളിയാക്കലുകളാണ് എനിക്ക് വാശി ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്.
കളിയാക്കൽ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഒരു അധ്യാപകനായിട്ട് ഇരുന്നേനെ. കളിയാക്കലുകൾ വന്നപ്പോൾ എനിക്ക് എന്നെ പ്രൂവ് ചെയ്യണമെന്ന് തോന്നി, എൻ്റെ കഴിവിനെ എന്നെ പ്രൂവ് ചെയ്യണമെന്ന് തോന്നി. ഇപ്പോഴും കളിയാക്കലുകളുണ്ട്. കളിയാക്കൽ ഇപ്പോഴും നിന്നിട്ടില്ല. എൻ്റെ ഒരു പടം പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ചു വരുന്നതിന് എന്നെ കളിയാക്കി. അപ്പൊ അവൻ എൻ്റെ പടം പൊട്ടാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അർത്ഥം. അതൊക്കെ നമ്മളത് വിഷമം ചെയ്തിട്ട് കാര്യമുണ്ട്. പിന്നീട് നമ്മൾ അടുത്തൊരു ഹിറ്റ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും പിന്നെ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇത്തരം ഇൻസൾട്ടിങ്ങും കളിയാക്കലുകളും ഒക്കെയാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഒരു വിഷയം, നമ്മൾ എത്ര ആളുകൾ നമ്മളെ കളിയാക്കുന്നു, അപ്പം നമുക്ക് വളർച്ച കൂടത്തേ ഉള്ളൂ, നമുക്ക് വാശി കൂടത്തേ ഉള്ളൂ. അതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ കളിയാക്കിയ ആൾക്കാരൊക്കെ എന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. അവരെപ്പോഴും പറയാറുണ്ട്, മാത്രം എൻ്റെ കൂട്ടുകാരാണ്, അവർ പലരോടും പറയാറുണ്ട്. അതെനിക്ക് കിട്ടുന്ന അഭിമാനമാണ്. പണ്ടത് പറയായിരുന്നവർ അതാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറയുന്നത് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയൊരു അനുഭവമാണത്. സിനിമ ഇല്ലെങ്കിൽ അവരത് പറയൂ. സിനിമയിൽ കൂടി നമ്മൾ നല്ല സിനിമകൾ ചെയ്തും സിനിമ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞപ്പോഴത്തേക്കാണ് അത് പറയുന്നത്. അതാണ് എൻ്റെ പ്രതികാരം. മമ്മൂക്ക സാറിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആത്മാർത്ഥാണ്ടൻ. ആ രസകരമായ പേരിന് പിന്നിൽ എന്താണ് ശരിക്കും? അത് സാറ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര വർക്കഹോളിക്കായിരിക്കും. എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തയില്ല. അങ്ങനെ ഒരു ദിവസം സാർ എന്നെ ആത്മാർത്ഥാണ്ടാക്കി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ്ട് സാറിൻ്റെ ചിന്ത അല്ല, അവൻ്റെ ആത്മാർത്ഥത ഭയങ്കര, അതുകൊണ്ടാണ് ആത്മാർത്ഥാണ്ടത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നത്. ആരാ പറയുന്നത്, മമ്മൂട്ടി സാറിനെ പോലെ വലിയ എല്ലാവരും മമ്മൂക്ക എന്ന് വിളിക്കും. ഞാൻ ഇപ്പോഴും സാറിനെ സാറിനെ വിളിക്കും. എനിക്ക് മമ്മൂക്ക എന്ന് വിളിക്കാൻ തോന്നാറേ ഇല്ല. എനിക്കതാ ഇഷ്ടം. അപ്പൊ ഞാൻ മാത്രമുള്ള ലോകത്തിലേക്ക് വന്ന് സാറിനെ മമ്മൂട്ടി സാറിനെ വിളിക്കുന്നത് എനിക്ക് തോന്നാറ്. ഇപ്പൊ അതുപോലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സംവിധായകനാണ് അൻവർ റഷീദ്. റഷീദാണ് തീർച്ചയായിട്ടും. അവനിൽ നിന്നാണ് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. കാരണം അവൻ്റെ ചോട്ടാമുമ്പി അണ്ണൻ തമ്പിയും കഴിഞ്ഞാണ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സിനിമയാണ്. ബ്രിഡ്ജ് ഇന്റർനാഷണൽ ലെവലിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. ആ സിനിമ കാരണം അന്ന് രഞ്ജി സാർ ഇത്ര ബഡ്ജറ്റ് കൊടുത്തിട്ട് അതിന് തീർക്കണം എന്നുള്ളതായിരുന്നു. ആ ബഡ്ജറ്റ് കൂടി, 10 സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് കൂടി. അവനപ്പം സാമ്പത്തികമായിട്ട് ഒട്ടും സെറ്റിൽ അല്ലാത്ത നിൽക്കുന്ന സമയമാണ് അൻവർ. 2 പടം ചെയ്തെങ്കിലും സാമ്പത്തിക അച്ഛൻ്റെ ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ട് നല്ല പൈസ അങ്ങനെയൊക്കെ. ആ സമയത്ത് സിനിമ നന്നാകണമെന്നുള്ള ആഗ്രഹത്തിൽ പലിശയ്ക്ക് ഇരുന്നാണ് ബാക്കി തീർക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ടോ ആ സമയത്തൊക്കെ ഷൂട്ട് ഇത്ര ദിവസം പ്ലാൻ ചെയ്ത് കൂടേണ്ടി വന്നത് എൻ്റെ വൃത്തിക്കെടുക്കാൻ വേണ്ടി. അപ്പോഴും അതൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെയാണ് അതിനാണ് ദൈവം ഇപ്പോൾ കോടി വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും സിനിമ ഡെഡിക്കേറ്റ് ചെയ്തൊരു മനുഷ്യനായിട്ടാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ കാണുകയും എൻ്റെ മറ്റുള്ളവരും മോശക്കാരൻ നിലനിൽക്കുന്ന ഗുരുക്കന്മാരാണെങ്കിലും അൻവർ റഷീദിനോടുള്ള അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ കുറെ കാര്യങ്ങൾ അത് ഭയങ്കരമാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ നമ്മുടെ സിനിമയിൽ പ്രേക്ഷകർക്ക് സിനിമ എന്ന് പറഞ്ഞൊരു വിനോദോപാധി മാത്രമാണ്. ഒരു 95% പ്രേക്ഷകർക്ക് അവർ എന്റർടൈനറുകൾ കാണാനും ചിരിക്കാനും ആസ്വദിക്കാനും മാസ് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് വരുന്നത്. അത്തരത്തിൽ സിനിമ എടുത്ത എന്റർടൈനറുകളുടെ രാജാവായിരുന്നു ഒരിക്കലും അൻവർ റഷീദ്. രാജമാണിക്യം, ചോട്ടാമുമ്പി, അണ്ണൻ തമ്പി തുടങ്ങിയ സിനിമകൾ എടുത്തിട്ട് പിന്നീട് വലിയൊരു ഗ്യാപ്പ് വന്നു അദ്ദേഹത്തിന്. അതെന്തായിരുന്നു? വലിയൊരു നഷ്ടമായിരുന്നു മലയാള സിനിമയ്ക്ക് ആ ഗ്യാപ്പ്. അല്ല, അത് നഷ്ടം വെച്ചാൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ സിനിമകളല്ല. അദ്ദേഹം എന്റർടൈൻമെന്റിന്റെ സിനിമ എടുക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലെ സിനിമ എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് പോലുള്ള പടങ്ങളായിരുന്നു. ഉസ്താദ് തൊട്ട് അതിനുവേണ്ടി അദ്ദേഹം ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അല്ലെങ്കിൽ എല്ലാവരും ആ സിനിമയായിട്ട് കമ്പയർ ചെയ്യും. ഈ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഉസ്താദ് ഹോട്ടലൊക്കെ പുള്ളിക്ക് ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ പുള്ളി അടുപ്പിച്ചടുപ്പിച്ച് സിനിമ ചെയ്തെങ്കിൽ അത്തരം സിനിമകൾ മോശമൊന്നുമല്ല. അത്തരം സിനിമകളിലാണ് മാസിലോട്ടാണ് അദ്ദേഹം വന്നിട്ട് പുള്ളിയുടെ മനസ്സിലെ സിനിമകൾ എന്ന് പറയുന്നത് ബ്രിഡ്ജ് പോലെയും ഉസ്താദ് ഹോട്ടൽ പോലെയും സിനിമകളായിരുന്നു. പിന്നീട് അത് ചെയ്തെടുക്കാനുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി അത്രയും ഡെഡിക്കേറ്റ് ചെയ്ത സ്ക്രിപ്റ്റ് നന്നായിട്ട് പുള്ളി ചെയ്യാറുള്ളൂ. അതാണ് പുള്ളിയുടെ രീതി. ഗ്യാപ്പ് പുള്ളി നോക്കാറില്ല. അവിടുന്ന് അങ്ങോട്ടൊരു ഗ്യാപ്പിന് ശേഷം ഒന്ന് വലിയ പ്രതീക്ഷ ട്രാൻസ് ഒരു പരാജയപ്പം അത് അദ്ദേഹത്തെ നന്നായിട്ട് ബാധിച്ചു. അല്ല, സിനിമ പരാജയപ്പെടുന്നു ഞാൻ പറഞ്ഞില്ല, ആരും പരാജയപ്പെടാൻ വേണ്ടി അല്ല, അത് നന്നാകാൻ വേണ്ടിയല്ല അദ്ദേഹം ചെയ്തത്. ഇത് എത്ര വർഷം എഫോർട്ടാ. ആദ്യത്തെ ഷോയ്ക്ക് അറിയാം എന്ത് സംഭവിക്കുന്നുള്ളൂ. നമ്മളാരും എന്താ നാളെ ഒരു ഷോട്ട് പൊട്ടിക്കുക ഇവിടെ ഇറങ്ങുന്നതല്ല. ഒരു ത്രെഡ് കിട്ടിയത് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ്. എവിടെ പരാജയം പറ്റും നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് അസാധ്യ ഈ പ്രേക്ഷകരുടെ പൾസ് അറിയാൻ തോന്നിയിട്ടുണ്ട് ചോട്ടാമ്പി. അതുകൊണ്ട് പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളും ഭയങ്കര ഹിറ്റ് ആകുന്നുണ്ട്. കാരണം പൾസ് അറിയാവുന്നതുകൊണ്ടല്ലേ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ചോദിക്കുകയാണ്, അത്തരത്തിൽ ഏതെങ്കിലും നല്ലൊരു എന്റർടൈൻമെന്റ് അദ്ദേഹം തിരിച്ചു വരും മോഹൻലാലിനെ? തീർച്ചയായിട്ടും അൻവർ ശക്തമായ പ്രമേയമായിട്ട് സിനിമ ഡയറക്ട് ചെയ്യും, ഉറപ്പാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വരാതിരിക്കാൻ പറ്റില്ല. ലാലേട്ടന്റെ കൂടെ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ് അതൊന്നും എനിക്കറിയില്ല, ആരുടെ കൂടാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കാറില്ല. ഞങ്ങളുടെ സിനിമ ഏത് സിനിമയാണ് അടുത്ത് ചെയ്യുന്നത് എന്നോടും ചോദിക്കാറില്ല, അങ്ങോട്ടും ചോദിക്കില്ല. ഞാനൊരു സിനിമയായിട്ട് ചെയ്യുന്ന ഇതാണെന്ന് പറയുമ്പോൾ ഓക്കെ,
കാരണം അത് നമുക്കാണെങ്കിലും ഇപ്പം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത പടം ഏതാന്ന് ചോദിക്കും, നമുക്കും ഒരു മനസ്സിൽ ഗൾഫിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കറിയാം. ഞങ്ങളത് പരസ്പരം ഞാൻ എന്നോട് ചോദിക്കാറില്ല, എന്നോട് ചോദിക്കാം. എനിക്കൊരു പരിപാടി ആകുമ്പോൾ ഞാൻ ഒന്ന് പറയണ്ട ഇങ്ങനെ ഒരു പരിപാടി ആയിട്ടുണ്ട്, ഇതൊന്ന് കേൾക്കണം എന്ന് പറയും. പുള്ളിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്, അത് ഇങ്ങനെ പരിപാടി തുടങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞ് പുള്ളി പറയും. അല്ലാതെ നമ്മൾ അന്ന് അടുത്ത പടം ഞാൻ കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും ദേഷ്യപ്പെടുന്ന ഒരു ചോദ്യമാണ് അടുത്ത പടം ഏതാണെന്നുള്ളത്. കാരണം അടുത്ത പടം ഏതാണെങ്കിലും നമ്മൾ ചാമ്പ് അറിയിക്കും, പക്ഷെ നമ്മളോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഒരു പടം കൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പടം ചോദിക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് റെഡിയായി വരട്ടെ. പണ്ടത്തെ പോലല്ല ഇപ്പൊ സ്ക്രിപ്റ്റ് റെഡിയായി വരണം, ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് കഥ പറയണം, ആ കഥ പറഞ്ഞൊരു ഓക്കെ ആകണം, ഓക്കെ ആയിട്ട് പ്രൊഡ്യൂസർ നല്ല പരിപാടിയാണ്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ഈ അഭിപ്രായം റിവ്യൂ പറയുന്നതിന്റെ പേരിലാണ്. അപ്പം സാറിന്റെ ഒരു അഭിപ്രായം എന്താണ് അതിൽ, ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ പറയുന്നതിനെ പറ്റിയിട്ട്? റിവ്യൂ പറയുന്ന റിവ്യൂ സത്യസന്ധമായിട്ട് പറയുന്നതിന് കുഴപ്പമില്ല, നല്ല രീതിയിലാണ്. റിവ്യൂ എന്ന് പറയുന്നത് ഇപ്പൊ ചില ആൾക്കാർ അവരുടെ യൂട്യൂബ് വരുമാനം കൂട്ടാൻ വേണ്ടിയാണ് റിവ്യൂ പറയുന്നത്. നെഗറ്റീവ് പറയുമ്പോൾ വരുമാനം കൂടും. അങ്ങനെ നമ്മളെ കൊണ്ട് വിറ്റ് ജീവിക്കുക എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകാറുണ്ട്. അത് തെറ്റാണ്. ഇപ്പൊ പണ്ടൊക്കെ അല്ലെങ്കിൽ ആ പറയുന്നതിനകത്ത് ഒരു കാര്യം പറയാം, ഇത് എന്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് പോയി കാണാം, അതവർ പറയുന്നില്ല. ഇല്ല, അത് പറയണം. ഇപ്പം ഞാനൊരു സിനിമ കാണുന്നതല്ല, മോനൊരു സിനിമ കാണുന്നത്, ഇവരൊക്കെ നമ്മുടെ 4 പേരുടെ ഇഷ്ടം 4 രീതിയിലായിരുന്നു. അപ്പം എന്നോട് ഒരാളെ അഭിപ്രായം ചേട്ടാ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നീ ഒന്ന് പോയി കണ്ടോട്ടെ, എന്റെ അഭിപ്രായം എന്നാ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ നീ പോയി കാണരുത് എന്ന് പറയും, അത് വിലക്ക, അത് ഒരാളുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ്, അത് പറയാൻ പാടില്ല. ഇപ്പം ചില വികലമായിട്ട് സിനിമയിലെ മിമിക് ചെയ്യരുത്, വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. അതിപ്പോ ആരെയാണ് നമ്മൾ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കരുത്. നിന്നെ കാണാൻ കൊള്ളത്തില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയരുത്. അങ്ങനെ അത് ബോഡി ഷേമിങ് അങ്ങനെ ചെയ്യരുത്. നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിച്ചല്ല നമ്മൾ വളരേണ്ടത്, മറ്റുള്ളവരെ സ്നേഹം മേടിച്ചെടുത്താണ് നമ്മൾ വളരേണ്ടത്. അത് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പൊ അവരുടെ വിചാരം ഇവരാണ് എല്ലാം ഉണ്ടാക്കുന്നൊരു വിചാരമാണ്. അല്ല, ഇത് കഷ്ടപ്പെടുന്നൊരു വിഭാഗമുണ്ട്. അവരൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അതിനെ മനോഹരമായിട്ട് ട്രോളിയിട്ടുണ്ട് ജയിലർ എന്ന് പറഞ്ഞ പടത്തിൽ. ജയിലർ എന്ന് പറഞ്ഞ പടത്തിൽ ഒരു യൂട്യൂബുകാരൻ ഇങ്ങനെ കുറ്റപ്പെടുന്ന പറഞ്ഞപ്പോൾ അയക്ക് ഫുൾ പൈസ കൊടുത്ത് പറയാം അടുത്ത പടത്തിൽ എന്റെ പടത്തിന്റെ ഡയറക്ടർ നീയാണ്. എനിക്കതേ പറയാനുള്ളൂ. ഏറ്റവും മനോഹര ട്രോളാണ് വന്നേക്കുന്നത്. അപ്പം ഇവര് ഒരു കാര്യത്തോട്ട് ഇറങ്ങി അവർ പറയാൻ എളുപ്പമാണ്, ഇറങ്ങട്ടെ, പക്ഷെ പറഞ്ഞോട്ടെ. പറയുമ്പോൾ അവസാനം എഴുതി കാണിക്കുകയല്ലേ, പറയുമെങ്കിലും ചെയ്യാം ഇതെന്റെ മാത്രം അഭിപ്രായമാണ്, തിയേറ്ററിൽ പോകാനുള്ളവർ പോയി കണ്ടിരിക്കണം എന്നൊരു വാക്ക് പറഞ്ഞ ഇൻട്രസ്റ്റ് നല്ലതല്ലേ. ഇപ്പൊ നമ്മളെ തളർത്തിയിട്ട് ഒരാൾ വളരുന്നത് എന്തിനാണ്? എത്ര പേരുടെ വിയർപ്പാണ്, എത്ര പേരുടെ വീട് അന്നം കഴിയുന്നതാണ്. അവരെയൊക്കെ അടിച്ചിട്ട് ഒരു വീട്ടിലുള്ളവർ മാത്രം കഴിച്ചാൽ എന്ന് പറയുമ്പോഴത്തേനും അതിനെ എന്ത് ഭാഷയാണ് പറയേണ്ടത്? അതായത് സാറ് പറഞ്ഞത് പടത്തിന്റെ അഭിപ്രായ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം, ഡീഗ്രേഡ് ചെയ്തോട്ടെ, പക്ഷെ ഇത് എന്റെ മാത്രം അഭിപ്രായം എന്ന് പറഞ്ഞാൽ മതി. വ്യക്തിപരമായ അത് ഇവര് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എഴുതി കാണിച്ചാൽ മതി, ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണുമെന്ന് പറഞ്ഞോട്ടെ. ഇത് ചിലരെങ്ങനെ ഇത് അറിയാതെ യൂട്യൂബിലൊക്കെ കയറി കണ്ടു കഴിയുമ്പോൾ പോകാൻ പോകത്തില്ല തിയേറ്ററിൽ. 100 പേരിൽ 10 പേര് പോകാതിരുന്ന പ്രൊഡ്യൂസർക്കല്ലേ നഷ്ടം. അപ്പൊ ഇവര് ഇങ്ങനെയൊന്നും പറഞ്ഞോട്ടെ. ഇപ്പൊ മറ്റു ലാംഗ്വേജുകളിലൊക്കെ വിമർശിക്കുമ്പോൾ എന്തോ സ്റ്റാൻഡേർഡാണ് വിമർശിച്ച് പറയുന്നുണ്ട്, ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ്, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ചെയ്തോട്ടെ, നമുക്കൊരു വിരോധമില്ല. ഇവിടെ വന്നിട്ട് സിനിമയുടെ നായകന്റെ കോസ്റ്റ്യൂമും വേഷവും അങ്ങനെ പറയുന്നത് മാത്രമല്ല, ഇവർക്ക് വരുമാനം കിട്ടില്ല. യൂട്യൂബിന് വരുമാനമില്ല ഇവർക്ക് ഇത് പറയുന്നതുകൊണ്ട്. ഈ വരുമാനം കിട്ടുമ്പോൾ വരുമാനം പോകുന്ന ആരുടെയാണ്? അപ്പൊ മറ്റുള്ളവരുടെ വരുമാനം നിർത്തിയിട്ട് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും ജീവിക്കണം, എല്ലാവരും ജീവിക്കുന്ന തന്നെ ഇങ്ങോട്ട് വന്നു. എല്ലാവരും മിടുക്കന്മാരൊന്നുമല്ല, ചിലർക്ക് ഞാനൊക്കെ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ല. അപ്പൊ നമുക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്, അപ്പൊ നമുക്ക് ജീവിച്ചു പോകട്ടെ, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ സിനിമയിൽ ഇപ്പം പറഞ്ഞു കേൾക്കുന്ന സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് നായകൻ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ ഈ അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല. സിനിമ നല്ലതാണെങ്കിൽ ഓടും, മോശമാണെങ്കിൽ ഓടത്തില്ല. ഇവിടെ എല്ലാ നായകന്മാരും നല്ല അസലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ആർക്കും ഒന്നാമത്തെ കാര്യം സിനിമയിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളില്ല, പൊളിറ്റിക്സ്, ജാതി, മതം. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ എൻ്റെ ക്ലീറ്റസ് എന്ന് പറഞ്ഞ പടം യേശുക്രിസ്തുവിന്റെ കഥയെ പറഞ്ഞത്. യേശുക്രിസ്തുവായിട്ട് അഭിനയിച്ചാലേ മമ്മൂട്ടി സാർ. അത് പ്രൊഡ്യൂസ് ചെയ്ത് പൈസയിലെത്തി. ഞാൻ ഹിന്ദു, ഞാൻ ഡയറക്റ്റ് ചെയ്ത് ഞാൻ ആകെ അതിനകത്ത് ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ വലിയ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്നാ പോയി സാധാരണ ഇവിടെ കൊടുത്താൽ പോരെ. റംസാന് നോയമ്പെടുത്തുകൊണ്ടാണ് യേശുവിന്റെ വേഷം മമ്മൂട്ടി സാർ ചെയ്തത്. സിനിമയിൽ അങ്ങനെ ഇല്ല. സിനിമയിൽ മതം, ജാതി, മനുഷ്യരെന്ന് ഞാനൊക്കെ ഒരു റൂമിൽ ഞങ്ങൾ അസിഡാറ്റ് സമയത്ത് ഞങ്ങളുടെ റൂമിൽ 5-6 പേരെ കിടന്നുകൊണ്ടിരുന്നത്. ഈ 6 പേരുടെയും ജാതിയും നമ്മൾ നോക്കിയിട്ടില്ല. ഒരു ദിവസം 100-150 ആൾക്കാരാണ് സെറ്റിൽ നിൽക്കുന്നത്.
ഇവര് അങ്ങനെയല്ല, സിനിമ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്ന ഒരു മീഡിയ ആണല്ലോ. അതിലെ താരങ്ങളെയാണ് അവർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. അപ്പൊ അവരൊരു കാര്യം പറയുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ ഏറ്റെടുക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ലാലേട്ടൻ നരസിംഹത്തിൽ കാൽ മുടക്കി തൊഴിക്കാൻ ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞ് ഇന്നും ആഘോഷമാക്കുന്നുണ്ടല്ലോ. അത്തരത്തിൽ നായകൻ ഗ്ലോറിഫൈ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത് കഥാപാത്രങ്ങളല്ലേ, വ്യക്തി ജീവിതത്തിലല്ലോ. വ്യക്തി ജീവിതത്തിൽ ആൾക്കാരെ ചോദിക്കൂ. ഇല്ല, കഥാപാത്രം ആളുകൾ ഏറ്റെടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അല്ല, ഏത് രീതിയിലെടുത്തു അത് ഇപ്പോഴല്ലേ, പണ്ടങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഭയങ്കര പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ. ഇപ്പൊ നമ്മളതൊക്കെ നോക്കാറുണ്ട്. ഇപ്പോൾ സിനിമ ഡയലോഗ് പറഞ്ഞാൽ അത് നോക്കണം, ഇങ്ങനെയൊക്കെ. അങ്ങനെ പേടിച്ച് ചെയ്യാൻ പറ്റുമോ? നമ്മള് ഇപ്പം തെറി പറയേണ്ട ഒരു കഥാപാത്രം. ഞാൻ തെറി പറഞ്ഞത് ഗുണ്ടയുടെ കഥയാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, എന്താടാ മോനെ എന്ന് ഗുണ്ടയെ കൊണ്ട് വിവരിക്കാൻ പറ്റുമോ? ഇല്ല. അവനെ കൊണ്ട് പറയേണ്ട ധാരാനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളവിടെ അതിന്റെ, പക്ഷെ അത് പറയുന്നതിനകത്ത് നമ്മൾ സഭ്യത വരുത്താൻ നോക്കുക എന്നുള്ളതാണ്. നായകൻ ഇപ്പം ഈ അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ പറയുമ്പോൾ അത് നായകന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഇപ്പുറത്ത് പ്രേക്ഷകരെ എടുക്കുന്ന രീതി അങ്ങനെ ആയിരിക്കും. അപ്പൊ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അത് വളരെ മോശം രീതിയിലാണ് സമൂഹത്തിന് ബാധിക്കുക. അത്തരം സിനിമകൾ സ്വീകരിച്ചിട്ടില്ല ഇവിടെ. ഈ പറയുന്ന പോലെ സിനിമകളൊക്കെ 100-150 ദിവസം ഓടിയേക്കുന്നത്. അതെന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ സാധിക്കാത്ത കാര്യങ്ങൾ നായകൻ്റെ കൂടെ പറയുമ്പോൾ നമ്മൾ കൈയടിക്കുന്നു. നമ്മൾ ആഗ്രഹം ഇപ്പൊ അമാനുഷിക സൂപ്പർ ഹീറോയിസം വരുന്നത് എങ്ങനെയാണ്? സിനിമയിൽ ഒരാളെ നമ്മൾ ജീവിതത്തിൽ ഒരാളെ അടിച്ച 10 പേര് തെറിച്ചു പോകും? ഇല്ല, അത് സിനിമയിലാണ്. അപ്പൊ സിനിമയിൽ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നായകൻ ചെയ്ത് കാണുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ കൈയടിക്കും, അതായത് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പൊ അവരുടെ വായന്ന് ഇപ്പൊ പിന്നെ ചോദിക്കുന്നത് കറക്റ്റ് പറയാനുള്ള ചില ഇപ്പൊ കുറച്ച് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പൊ എഴുതുന്നതിനകത്തൊക്കെ എഴുത്തുകാർ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ചുകൂടെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ഇവിടെ ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് അതിനകത്ത് അഭിനയിച്ചത്, ചേട്ടാ അത് ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ ഇങ്ങനെ അവർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബോഡി ഷേമിംഗ് ജോക്കുകളൊക്കെ അത്തരം കാര്യങ്ങൾ നമ്മൾ പറയാറില്ല. ഇപ്പൊ നമ്മളിപ്പോ അത് മാറ്റാറുണ്ട്. ബോഡി അത് കുറച്ച് നല്ലതാണ്. പിന്നെ ഞാൻ എന്റെ സിനിമയിലൊന്നും ഇങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും മെസ്സേജ് കൊടുക്കാനും ശ്രദ്ധിച്ചു. ഇപ്പൊ കുടിയന്റെ കഥ പറഞ്ഞപ്പോൾ കുടി ഇല്ലാതിരിക്കാനും അങ്ങനെ എല്ലാ സിനിമയിലും ഒരു മെസ്സേജ് കൊണ്ടുവരാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. അതെങ്ങനെ എത്രത്തോളം വർക്കൗട്ട് ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തന്നെ ഈ ഡബിൾ മീനിങ് ഡയലോഗൊക്കെ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യും. ചില സമയത്ത് ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ കുറച്ചുകൂടെ എഴുത്തുകാർ ഇത്തരം പ്രശ്നങ്ങളിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുണ്ട്. നടന്മാര് അവരും അത് ശ്രദ്ധിക്കാറുണ്ട്. അവരും ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയാറുണ്ട്. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ് ചോദിക്കുന്നത് ഇഷ്ടമല്ല, എന്നാലും ചോദിക്കുകയാണ്, വരാനിരിക്കുന്ന പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? സത്യം പറഞ്ഞാൽ വരാനിരിക്കുന്ന പ്രൊജക്ടുകളെ കുറിച്ച് ഞാനിപ്പോൾ മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് എനിക്കൊരു പരിപാടി, 2-3 പരിപാടികൾ ഒരേ സമയത്ത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം 2-3 സ്ക്രിപ്റ്റ് അതിലുണ്ട്. അപ്പം അതെങ്ങനെ വർക്കൗട്ട് ആവുന്നുള്ളതനുസരിച്ചിട്ട് വേണം പറയാൻ. അപ്പം പാവാട പോലത്തെ എന്റർടൈനറുകൾ, മികച്ച സിനിമകൾ ഇനി ഒരുപാട് സാറിൽ നിന്ന് വരട്ടെ എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ആശംസിക്കുകയാണ്. ഇത്രയും നേരം എന്നോട് സഹകരിച്ചതിന് ഹൃദയം നിറഞ്ഞു നന്ദി.